ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. അധ്യായം 22. ശൗരിക്കുട്ടിയുടെ ചൂണ്ടയിൽ മീൻ വീണ്ടും വീണ്ടും വന്നു കുത്തി. ജർമ്മിച്ചായൻ പറഞ്ഞ പോലെ സത്യമുള്ള മീനുകൾ. ജർമ്മിച്ചായനാണ് അവന് വീണ്ടും ചൂണ്ട തയ്യാറാക്കി കൊടുത്തത്. കണ്ണമ്പറമ്പിലെ സാബുവിൻ്റെ വീടിനടുത്തുള്ള കടവിൽ ചൂണ്ടയിടുന്നില്ലെന്ന് അവൻ മുൻപേ തീരുമാനിച്ചിരുന്നു. അത് അവരുടെ കടവാണെന്നാണ് അവകാശവാദം. ശൗരിക്കുട്ടി ഇപ്പോൾ ചൂണ്ടയിടുന്നത് ആരുടെയും കടവിലല്ല. ആരും അവകാശം പറയാനില്ലാത്ത തോട്ടുവക്കിലാണ്. തോടിൻ്റെ ഇരുകരയിലും മരങ്ങളും വലിയ തെങ്ങും പറമ്പുകളുമാണ്. മഞ്ഞ നിറത്തിലുള്ള ചെളിപ്പാടയും പ്ലാസ്റ്റിക്കും കരിയിലകളും പൊന്തിക്കിടക്കുന്ന കയങ്ങളിലാണ് അവൻ ചൂണ്ടയെറിയുന്നത്. അക്കരെയും ഇക്കരെയും കടവുകളുണ്ടെങ്കിലും അതൊന്നും ശൗരിക്കുട്ടിക്ക് വേണ്ട. കുറച്ചപ്പുറത്തു മാറി ഒരു കടവിൽ സ്ത്രീകൾ അലക്കുകയും കുളിക്കുകയും ചെയ്യുന്നുണ്ട്. ശൗരിക്കുട്ടിയുടെ ചൂണ്ടയിൽ ഊഴം കാത്തുനിന്ന് മീനുകൾ കൊത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ചൂണ്ടയിടലിൽ ലയിച്ചിരിക്കെ പിന്നിൽ കാൽപ്പെരുമാറ്റം കേട്ടു. ശൗരിക്കുട്ടി നോക്കിയപ്പോൾ കണ്ണമ്പറമ്പിലെ സാബു. അവൻ നോക്കി നിൽക്കുന്നു. ശൗരിക്കുട്ടി എഴുന്നേറ്റു. ശൗരിക്കുട്ടി സ്ഥലം വിടാൻ പോവുകയാണെന്ന് ലക്ഷണം കണ്ടപ്പോഴേ സാബുവിന് മനസ്സിലായി. സാബു വേഗം ശൗരിയുടെ സമീപത്തേക്ക് വന്നു. ശൗരിക്കുട്ടി ധൃതി പിടിച്ച് ചൂണ്ട വലിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് വെള്ളത്തിനടിയിലെ ഏതോ വേരിൽ ഉടക്കി. "നീ എന്താടാ വെപ്രാളം കാണിക്കുന്നേ? നീ ആ ചൂണ്ടക്കൈ ഇങ്ങതാ, ഞാൻ പിടിച്ചു തരാം ഉടക്ക്." "വേണ്ട." ശൗരിക്കുട്ടി തല വെട്ടിച്ചു. "എടാ, അത് എവിടെയോ ഉടക്കിയിരിക്കുക." ശൗരിക്കുട്ടി ഇളക്കിയും വെട്ടിച്ചും വലിച്ചു നോക്കി. ചൂണ്ട വരുന്നില്ല. സാബു അവൻ്റെ കയ്യിൽ നിന്ന് ചൂണ്ട പിടിച്ചു വാങ്ങി. "ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞില്ലേടാ." ചൂണ്ട സാബുവിൻ്റെ കയ്യിലായി. അവൻ തോട്ടുവക്കിലെ മൺതിട്ടയിൽ നിന്ന് ഒരിത്തിരി ഊർന്ന് മരത്തിൻ്റെ വീടിലേക്ക് ഇറങ്ങി ചൂണ്ടയുടെ ഉടക്ക് വിടുവിച്ചെടുത്തു. "ടാ." ശൗരിക്കുട്ടി കൈ നീട്ടി. "ഇനി ഇത് നിന്റെ ചൂണ്ടയല്ല. നിന്റെ ചൂണ്ട ഉടക്കിപ്പോയില്ലേ?" "എൻ്റെ ചൂണ്ടതാ." "എടാ, അത് വേരിൽ ഉടക്കിപ്പോയി. നിന്റെ ചൂണ്ട പോയി. ഇത് ഞാൻ തോട്ടീന്ന് എടുത്തതാ." "എൻ്റെ ചൂണ്ടതാ, എനിക്ക് വേണം." ശൗരിക്കുട്ടി ദേഷ്യവും സങ്കടവും കൊണ്ട് ചിണുങ്ങി. "നീ പോടാ. ഈ ചൂണ്ട ഞാൻ തോട്ടീന്ന് എടുത്തതാ. ഈ തോട് നിന്റെയാണോ? ഈ തോട്ടിലെ മീൻ നിന്റെയാണോ?" അത് പറഞ്ഞുകൊണ്ട് സാബു ശൗരിക്കുട്ടിയുടെ മീൻ കൊറമ്പലും പിടിച്ചെടുത്തു. "എൻ്റെ മീൻ താ, എൻ്റെ ചൂണ്ടയും താ." ശൗരിക്കുട്ടി ബഹളം വെച്ച് കരഞ്ഞു. കുളിക്കടവിൽ നിന്ന് പെണ്ണുങ്ങൾ തലനീട്ടി നോക്കി. "എൻ്റെ മറ്റേ ചൂണ്ട എന്തിയെ? അതും കൊണ്ടുപോയില്ലേ?" ശൗരിക്കുട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. "ഞാൻ ആ കടവിലോട്ട് വന്നില്ലല്ലോ." "എടാ, നീ ഇവിടെ വന്ന് ചൂണ്ടയിട്ട് കൊണ്ടല്ലേ എൻ്റെ ചൂണ്ട ഒരു മീനും കൊത്താത്തത്. നീ ഇവിടെ ചൂണ്ടയിടുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ എൻ്റെ കടവിലെ മീനും കൂടെ ഇങ്ങോട്ട് പോന്നു." മീൻ കൊറമ്പലിലെ മീനുകളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സാബു പറഞ്ഞു. "ഇതൊക്കെ എൻ്റെ കടവിലെ മീനാ. നീ പോ ശൗരി." ഗുസ്തി പിടിച്ചിട്ട് കാര്യമില്ലെന്ന് ശൗരിക്ക് മനസ്സിലായി. സാബുവിനോട് ജയിക്കാൻ പറ്റില്ല. സാബു തോട്ടുവക്കത്തിരുന്ന് ഇര കോർത്ത് കയത്തിലേക്ക് ചൂണ്ടയെറിഞ്ഞു. ഇടയ്ക്ക് തലതിരിച്ച് ശൗരിയെ നോക്കി പറഞ്ഞു. "എന്താടാ നിൽക്കണേ? നിൽക്കണ്ട, പൊയ്ക്കോ. നീ വേറെ തോട്ടിൽ വേറെ ചൂണ്ടയും കൊണ്ട് പോടാ." ശൗരിക്കുട്ടി പോയില്ല. അവിടെ തന്നെ നിന്നു. അവൻ്റെ മനസ്സിൽ കൂടി പലവിധ പ്രതികാര ചിന്തകൾ കടന്നുപോയി. രണ്ടും കൽപ്പിച്ച് അവൻ സാബുവിൻ്റെ പിന്നിൽ ചെന്നു. സാബു തിരിഞ്ഞു നോക്കിയതും ശൗരിക്കുട്ടി സർവ്വകരുത്തുമെടുത്ത് അവൻ്റെ പിൻകഴുത്തിൽ പിടിച്ച് ആഞ്ഞൊരു തള്ള്. സാബുവിൻ്റെ ഇടം കൈയിൽ മീൻ കൊറമ്പലും വലം കൈയിൽ ചൂണ്ടയുമായിരുന്നു. ബാലൻസ് തെറ്റിപ്പോയ സാബു നിലവിളിയോടെ മൂക്കുകുത്തി കയത്തിലേക്ക് വീണു. ആ നിമിഷം തന്നെ ശൗരിക്കുട്ടി തിരിഞ്ഞോടി. മരങ്ങളും കുറ്റിച്ചെടികളും പുൽത്തഴപ്പുകളും പൊന്തക്കാടും തെങ്ങും പറമ്പും അവൻ്റെ ഇരുവശങ്ങളിലൂടെയും പിന്നോട്ടോടി മറിഞ്ഞു. താൻ മാത്രം ഒട്ടും നീങ്ങുന്നില്ലെന്ന് ശൗരിക്കുട്ടിക്ക് തോന്നി. വീട്ടിലെത്തിയതും ശൗരിക്കുട്ടി കിതച്ചുകൊണ്ട് തിണ്ണയിലേക്ക് ചാടിക്കയറി ചുമര് ചാരിയിരുന്നു. മുറ്റത്ത് തുണി അലക്കി ഉണങ്ങാൻ അയയിൽ വിരിക്കുകയായിരുന്നു എമിലി. ശൗരിയുടെ ഓട്ടവും വെപ്രാളവും കണ്ടപ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ശൗരിയുടെ അരികെ വന്നു. "എന്നാ പറ്റിയടാ?" "ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന്." അവൻ തലയാട്ടി. "നിന്റെ ചൂണ്ടയും മീനും എവിടെ?" അതിനും ഉത്തരമില്ല. "ചോദിച്ചത് കേട്ടില്ലേ ശൗരി?" അപ്പോൾ അവൻ ഒറ്റക്കരച്ചിൽ. പിന്നെ അവൻ ചൂണ്ടയും മീനും സാബു തട്ടിപ്പറിച്ചതും അവനെ കയത്തിലേക്ക് തള്ളിയിട്ടതും പറഞ്ഞു. "നീ എന്തു പണിയാ കാണിച്ചത്?" എമിലി അവനെ വഴക്ക് പറഞ്ഞു. "ഇനി മേലെ നീ തോട്ടിൽ ചൂണ്ടയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. അടങ്ങി ഒതുങ്ങി വീട്ടിലിരി." ശൗരി അല്പനേരം തിണ്ണയിൽ കരഞ്ഞുകൊണ്ടിരുന്നു. കരച്ചിൽ പെട്ടെന്ന് നിന്നു പോയപ്പോൾ അവനത് അല്പം കൂടി നീട്ടിയെടുക്കാമോ എന്ന് ശ്രമിച്ചു നോക്കി. നിർത്തിയ ഏണത്തിൽ ഒന്ന് പിടിച്ചു നോക്കിയെങ്കിലും അത് നീങ്ങിയില്ല. സങ്കടം തീർന്നു പോയിരുന്നു. ചിലപ്പോൾ കരച്ചിൽ എത്ര ശ്രമിച്ചാലും നിർത്താൻ പറ്റാത്തതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ നീട്ടാനും പറ്റില്ലെന്ന് അവന് മനസ്സിലായി. കണ്ണും കവിളും തുടച്ചിട്ട് അവൻ കടപ്പുറത്തേക്ക് പോയി.
കുറച്ചു നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നു. ഇടയ്ക്ക് ജാനറ്റ് അവനെ വിളിച്ചു. അമ്മ പറഞ്ഞു വീട്ടിലോട്ട് ചെല്ലാൻ. അവൻ അനുസരണയോടെ വീട്ടിലേക്ക് പോയി. അവിടെ മറിയമ്മയും ഏലീശാമ്മയും റീത്താമ്മയും മണിയമ്മയും എല്ലാം എമിലിയോടും കുഞ്ഞന്നയോടും സംസാരിച്ചുകൊണ്ട് മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. ശൗരി ചെന്നതോടെ അവൻ സകലരുടെയും നോട്ടപ്പുള്ളിയായി. കണ്ണമ്പറമ്പിൽ സാബുവിനെ ശൗരി കയത്തിൽ തള്ളിയിട്ടതാണ് ചർച്ചാ വിഷയം. കയത്തിൽ വീണുപോയ സാബു മുങ്ങിപ്പൊങ്ങുന്നതിനിടയിൽ കടവിലെ പെണ്ണുങ്ങൾ ബഹളം വെച്ച് ആളെ കൂട്ടി. നീന്തലറിയാവുന്ന ആരൊക്കെയോ കയത്തിൽ ചാടി സാബുവിനെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ശൗരിക്ക് ഉള്ളിലൊരു പേടി തുടികൊട്ടിക്കൊണ്ടിരുന്നു. എന്തു വന്നാലും അമ്മയുണ്ടല്ലോ എന്നൊരു സമാധാനത്തിലാണ് നടക്കുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത വിവരവുമായി മറിയാമ്മയുടെ മകനെത്തി. സാബുവിന് വലിയ കുഴപ്പമില്ല. ആശുപത്രി വിട്ട് പോന്നിട്ടില്ല ഇതുവരെ. കുറച്ച് വെള്ളം കുടിച്ചത് മുഴുവൻ ഛർദ്ദിപ്പിച്ചു. അവശതയുള്ളതുകൊണ്ട് ആശുപത്രിയിൽ തന്നെ കിടത്തിയിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ ശൗരിക്ക് ആശ്വാസമായി. ചത്തുപോയില്ലല്ലോ. മറ്റുള്ളവരുടെ ചൂണ്ടയും മീനും പിടിച്ചു പറിക്കുന്നവൻ മുങ്ങിച്ചാകേണ്ടതായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ചെറിയൊരാൾക്കൂട്ടം വീടിന് നേർക്ക് വരുന്നത് ശൗരി കണ്ടു. അവനുടനെ അമ്മയെ വിളിച്ച് കാട്ടിക്കൊടുത്തു. അവനോട് അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞിട്ട് എമിലി മുറ്റത്ത് കാത്തുനിന്നു. പുരുഷാരത്തിന് മുൻപേ ചവിട്ടിക്കുതിച്ച പോലെ വന്ന് ജെയ്ക്കോ മുണ്ടുമാടിക്കുത്തി ഷർട്ടിൻ്റെ കൈ രണ്ടും തെറുത്തു കയറ്റി ഗുസ്തിക്ക് തയ്യാറായ മട്ടിൽ എമിലിയോട് ചോദിച്ചു, എടി, നിന്റെ ഒരു പിഴച്ച ചെറുക്കനുണ്ടല്ലോടി ഇവിടെ. അവനെ ഇങ്ങ് വിളി, ഞങ്ങ ഒന്ന് കാണട്ടെ. പിഴച്ച ചെറുക്കന്മാരൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് വീട് മാറിപ്പോയതാണ് കേട്ടോ. വേറെ എവിടെയെങ്കിലും ചെന്ന് ചോദിച്ചാട്ട്. ശൗരിക്കുട്ടി, നിന്റെ മോനല്ലേടി? അവൻ എൻ്റെ മോൻ തന്നെ. അവനെ കാണാനാ ഞങ്ങൾ വന്നേ. അവനെന്താ ചെയ്തെന്ന് നിനക്കറിയോടി? എൻ്റെ മോനെ കയറ്റി തള്ളിയിട്ടു. അവൻ മുങ്ങിച്ചത്തേനെ. അടുത്ത കടവിൽ കുളിക്കാൻ വന്ന പെണ്ണുങ്ങൾ നിലവിളിച്ച് ആളെ കൂട്ടിയില്ലെങ്കിൽ എൻ്റെ മോനിപ്പം ശവം. ഒറ്റ കുറ്റവുമില്ല. അവൻ ശവമാവേണ്ടതാ. ആയില്ലല്ലോ. നന്നായി എന്ന് വിചാരിച്ചോ? നിന്റെ പിഴച്ചുണ്ടായ സന്തതി ചെയ്തത് നല്ലതായി എന്നാണോടി നീ പറയണേ? പിഴച്ചുണ്ടായത് നിന്റെ മകൻ. എൻ്റെ മകൻ അപ്പനുണ്ട്. അതാരാണെന്ന് ഈ കടപ്പുറത്തുകാർക്കെല്ലാം അറിയാം. നിന്റെ മകൻ നിന്റെയാണെന്ന് നാട്ടുകാർക്കറിയാവോടാ? ഒന്നും വേണ്ട, നിനക്ക് തീർച്ചയുണ്ടോടാ? ജെയ്ക്കോയ്ക്ക് മുഖമടച്ച് അടി കിട്ടിയതുപോലെയായി. എൻ്റെ വീട്ടുകാരത്തി ഒരുത്തൻ്റെ മീൻകൂടത്തിൽ മീൻ പരത്താനും പോയിട്ടില്ല. ഒരു മുതലാളിയും അവിടെ കൂടെ കിടന്നിട്ടുമില്ല. ആ വകയിൽ അവൾക്ക് കൊച്ചുങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ സൈമൺ തരകൻ്റെ മീൻകൂടത്തിൽ മീൻ പരത്താൻ പോയിട്ടുമുണ്ട്. അയാളുടെ കൂടെ കിടന്നിട്ടുമുണ്ട്. ആ വകയിൽ ഒരു കൊച്ചുമുണ്ട്. എന്താ, നിങ്ങൾക്ക് വല്ലതും തരാനുണ്ടോ? തറവാടക വേണോ? ഒട്ടും കൂസാതെയായിരുന്നു എമിലിയുടെ മറുപടി. അവനെ കാണാനാടി ഞങ്ങൾ വന്നത്. നീ അവനെ ഇങ്ങോട്ട് വിളിച്ചിറക്കടി. അവനെ വിളിച്ചിറക്കിയിട്ട് എന്തിനാ? വല്ലതും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറ. 5 വയസ്സ് തികയാത്ത കൊച്ചിൻ്റെ അടുത്താണോ നീ ഗുസ്തി പിടിക്കാൻ വരണത്? നീ എത്ര ദിവസം അവനെ നിന്റെ വീട്ടിനകത്ത് ഒളിപ്പിച്ചു വെക്കുമടി? പുറത്തിറങ്ങി നടക്കുമല്ലോ അവൻ. അപ്പം ഞാൻ കണ്ടോളാം. അവൻ്റെ കൈയും കാലും കോഴിക്കുഞ്ഞിൻ്റെ മാതിരി പിരിച്ചു കളഞ്ഞില്ലെങ്കിൽ എൻ്റെ പേര് നിന്റെ പട്ടിക്കിട്ടോ. അത് കേട്ടതും എമിലി അകത്തേക്ക് പാഞ്ഞു. വെട്ടുകത്തിയെടുത്ത് എളിക്ക് തിരികെ. ജനലിന് പിറകിൽ എല്ലാം കണ്ടുനിന്ന ശൗരിയോട് പറഞ്ഞു, വാടാ. ശൗരി ഒന്ന് ശങ്കിച്ചു. അടുത്ത നിമിഷം എമിലി അവൻ്റെ കൈക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് തിണ്ണയിലേക്ക് ഇറങ്ങി. തടസ്സം പിടിക്കാൻ വന്ന കുഞ്ഞന്നയോട് പറഞ്ഞു, അമ്മ മാറി നിൽക്ക്. ഇവനെയൊക്കെ പേടിച്ച് എനിക്കെൻ്റെ കുഞ്ഞിനെ പെരയ്ക്കകത്ത് മൂടിവെക്കാൻ പറ്റില്ലെന്ന്. എമിലി അവനെ തിണ്ണയിൽ നിന്ന് മുറ്റത്തേക്ക് വലിച്ചിറക്കി. ദാ നിൽക്കണ്. നിങ്ങൾക്ക് എന്തേലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. എൻ്റെ മുന്നിൽ വെച്ച് ചെയ്യുക. എമിലി ശൗരിയെ ജെയ്ക്കോയുടെ മുൻപിലേക്ക് കൊണ്ടു നിർത്തി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചോദിച്ചും പറഞ്ഞും തെറ്റെവിടാണെന്ന് നോക്കിയിട്ടേ അവൻ്റെ ദേഹത്ത് തൊടാവൂ. അല്ലാതെ തൊട്ട അവൻ്റെ കൈ ഞാൻ വിട്ടും. എമിലി വെട്ടുകത്തി എളിയിൽ നിന്നെടുത്ത് വലതു കൈയിൽ പിടിച്ചു. ജെയ്ക്കോ ഒന്ന് പതറി. കടപ്പുറം നിവാസികളെല്ലാം എമിലിയുടെ വീടിന് ചുറ്റും ഓടിക്കൂടി. ചോദിക്ക്, എന്നാ മിണ്ടാത്തെ? എൻ്റെ അനീത്തിയുടെ കല്യാണത്തിനന്ന് എൻ്റെ മോൻ തോട്ടിൽ പിടിച്ച മീൻ മുഴുവൻ നിന്റെ മകൻ തട്ടിപ്പറിച്ച് ഇവൻ്റെ ചൂണ്ടയും പിടിച്ചെടുത്തു. അന്നവൻ കരഞ്ഞോണ്ട് വന്നതിന് ഈ അയലന്തരത്തുകാരെല്ലാം സാക്ഷികളാ. ആളുകൾക്കിടയിൽ കൂടി തിക്കിക്കയറി ജർമ്മിച്ചായൻ ജെയ്ക്കോയുടെ മുന്നിലേക്ക് വന്നു. നിന്റെ മകന് 10-16 വയസ്സില്ലേട തെണ്ടി. 5 വയസ്സിൻ്റെ അടുത്തുള്ള ഈ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ചൂണ്ടയും മീനും തട്ടിയെടുത്തിട്ട് അവനെ ചവിട്ടി ഓടിച്ചവനല്ലേടാ നിന്റെ മകൻ, പട്ടി. അന്ന് അവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവൻ്റെ ചെകിടത്ത് ഞാനും പൊട്ടിച്ചേനെ. ജെയ്ക്കോയും കൂടെ വന്ന അയൽക്കാരും അന്യനും നോക്കി. ഇങ്ങനൊരു സംഗതി അവരാരും അറിഞ്ഞിട്ടില്ല. അവൻ്റെ കടവാണെന്നും പറഞ്ഞ് അന്ന് മീനും ചൂണ്ടയും പിടിച്ചു പറിച്ചു. ഇന്ന് ശൗരിക്കുട്ടി വേറൊരിടത്ത് പോയി ചൂണ്ടയിട്ടപ്പം അവൻ അവിടെയും വന്നു. ശൗരിക്കുട്ടി ചൂണ്ടയിടുന്നെന്ന് കണ്ടിട്ട്
അവൻ്റെ കടവത്തെ മീനെല്ലാം അവിടുന്ന് യാത്ര തിരിച്ച് ശൗരിക്കുട്ടിയുടെ ചൂണ്ടയ്ക്ക് വന്ന് കൊത്തിയെന്ന്. അതുകൊണ്ട് ആ മീനും അവൻ പിടിച്ചു പറിച്ച് ചൂണ്ടയും തട്ടിയെടുത്ത് എൻ്റെ കൊച്ചിന് സഹിക്കുക. അപ്പോഴത്തെ ദേഷ്യത്തിന് അവൻ പിടിച്ചിട്ട് തള്ളുതള്ളി. അല്ലാണ്ട് അവനോട് ഗുസ്തി പിടിച്ച് ജയിക്കാനുള്ള ഏക്കമുണ്ടോ ഇവന്? എമിലി പറഞ്ഞു. ചൂണ്ടയും മീനും കൈവിട്ടു പോയ ഉടനെ ഒരുത്തനെ കയത്തിൽ തള്ളിയിട്ട് മുക്കിക്കൊല്ലുക വേണ്ടേ? എൻ്റെ മകൻ മുങ്ങിച്ചെത്ത ഇവൻ സമാധാനം പറയുവോ? നിങ്ങ സമാധാനം പറയുവോ? ജയ്ക്കോയുടെ സ്വരം അല്പം താണു. നിങ്ങളുടെ മോന് നീന്താൻ അറിയാത്തത് എൻ്റെ മോൻ്റെ കുറ്റാണോ? എൻ്റെ മോനറിയാവോ നിങ്ങളുടെ മോന് നീന്തറിയത്തില്ലെന്ന്? അവൻ കൊച്ച, 5 വയസ്സ് തികഞ്ഞിട്ടില്ല. എന്നും വെച്ച് 5 വയസ്സുകാരന് എന്തു പോക്കൃത്തരം കാണിക്കാൻ ലൈസൻസ് ഉണ്ടോ? ജയ്ക്കോ ഒച്ച പിന്നെയും ഉയർത്തി. ആരാ ആദ്യം പോക്കൃത്തരം കാണിച്ചത്? എമിലി കയർത്തു. നിങ്ങളുടെ മോൻ. അവനത് ചെയ്യാൻ കൊള്ളാവോ? നിങ്ങളുടെ മോനെ കാണാനിരിക്കുകയായിരുന്നു ഞാൻ. അവൻ്റെ 2 ചെകിടത്ത് 4 എണ്ണം വീതം പൊട്ടിക്കാൻ. ജയ്ക്കോ, നിങ്ങളുടെ മോൻ കാണിച്ചത് വല്ലാത്ത ചെറ്റത്തരമാ. ഇവൻ നിങ്ങളുടെ മോനെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല. അപ്പോഴത്തെ ദേഷ്യത്തിന് തള്ളിയിട്ടതല്ലേ? അവൻ അത്രയ്ക്കല്ലേ ഉള്ളൂ വിവരം? കൊച്ചല്ലേ? അവനെ തല്ലാൻ വേണ്ടിയാണോ ജയ്ക്കോ നീ ഇത്രയും ആളെ കൂട്ടി വന്നത്? തെരണ്ടി വാസവൻ ചോദിച്ചു. എൻ്റെ മോൻ മുങ്ങിച്ചാവേണ്ടതായിരുന്നെന്ന് പെണ്ണുങ്ങൾ നിലവിളിച്ചത് കേട്ട് ആൾക്കാർ ഓടിക്കൂടി രക്ഷപ്പെടുത്തിയതുകൊണ്ട് അവനിപ്പോഴും ജീവനുണ്ട്. ജയ്ക്കോ ന്യായവാദം നടത്തി. ഒരു കാര്യം ഞാൻ പറയാൻ ജയ്ക്കോ, നിനക്ക് വള്ളവും വലയും ഉള്ളവനല്ലേ? നീ കടലിപ്പണിക്ക് പോയി മീൻ പിടിക്ക്. ഇത്തിരിയില്ലാത്ത കൊച്ചുങ്ങൾ തോട്ടിന്ന് ചൂണ്ടയിട്ട് പിടിക്കണം മീൻ പിടിച്ചു പറിക്കരുതെന്ന് നിന്റെ മകനോട് പറ. ശൗരിക്കുട്ടിയോട് കളിക്കല്ല. അവൻ ബുദ്ധിയുള്ളവനാ, വീറും വാശിയുമുള്ളവനാ. അവനിട്ട് ഒരെണ്ണം കൊടുത്താൽ അവൻ 2 എണ്ണമെങ്കിലും തിരിച്ചു തരും. അത് ഉപകാരമായാലും ശരി, ഉപദ്രവമായാലും ശരി. ജർമ്മിച്ചായൻ പ്രശ്നപരിഹാരം എന്നോണം പറഞ്ഞു. ഇനി നിങ്ങൾക്ക് പകരം വല്ലതും ചെയ്യണമെങ്കിൽ ശൗരിക്കുട്ടീനെ പിടിച്ച് ആ കയത്തിലോട്ട് തള്ളിയിട്. അല്ലാതിപ്പം നമ്മൾ എന്തു പറയാനാ? ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുകുശുത്തു. ചോദിച്ചും പറഞ്ഞും വിശദാംശങ്ങൾ എടുത്തപ്പോൾ ജയ്ക്കോയുടെ മകൻ സാബുവാണ് വഴക്കിനെല്ലാം കാരണക്കാരൻ എന്ന് തെളിഞ്ഞു. 2 തവണയും ശൗരിയുടെ ചൂണ്ടയും മീനും പിടിച്ചു പറിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചു. പകരം കൊച്ചു ശൗരിയും ഒരു തള്ളു വെച്ചു കൊടുത്തു. സാബു കാട്ടിക്കൂട്ടിയതൊന്നും ജയ്ക്കോയ്ക്കും കൂട്ടർക്കും അറിയാമായിരുന്നില്ല. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ സ്വരം താണുപോയി. ആർക്കും അത്യാപത്തൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് വഴക്കില്ലാതെ പിരിയാം എന്ന് തീരുമാനമായി. ജയ്ക്കോയും കൂട്ടരും മടങ്ങി. അയൽക്കാരും ആൾക്കൂട്ടവും പിരിഞ്ഞുപോയി. ശൗരിക്കുട്ടി അവസാനത്തെ ആളും പിരിഞ്ഞു പോകുന്നതുവരെ അമ്മ അവനെ എവിടെ കൊണ്ട് നിർത്തിയോ അവിടെ തന്നെ നിന്നു. അധ്യായം 23. തുമ്പോളി പള്ളിപ്പെരുന്നാളിന് ജോജോയോടൊപ്പം വന്നതായിരുന്നു റെജീന. റോസ്ലിനുമുണ്ട് കൂടെ. പള്ളിമുറ്റത്ത് വെച്ച് റെജീന എൽസമ്മയെ കണ്ടു. എൽസമ്മ കാറിനരികെ മറ്റ് ചില സ്ത്രീകളോട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അവളുടെ കൂടെ ഡാൻഡസുമുണ്ട്. ഡാൻഡസിനെ കണ്ടപ്പോൾ റെജീനയ്ക്കൊരു കൊതി. അടുത്ത് ചെന്ന് കാണണമെന്ന്. കാരക്കാട്ട് സൈമൺ മുതലാളീൻ്റെ വൈഫാ അത്, റെജീന ജോജോയോട് പറഞ്ഞു. ഓ, അതാണോ? സൈമൺ തരകനെ അറിയാം. ജോജോ അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. ഞാൻ പരിചയപ്പെടുത്താം, വാ. റെജീന ജോജോയെ വിളിച്ചു. അതെങ്ങനെ ശരിയാകും? ആ സൈമൺ തരകനല്ലേ നിന്റെ ചേച്ചിയെ? എൻ്റെ ചേച്ചിയാണെന്നൊന്നും ഇവർക്കറിയത്തില്ല. വാ അമ്മേ, അമ്മയും കൂടെ വാ. റോസ്ലിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ മകൾ വിളിക്കുമ്പോൾ ചെല്ലാതിരുന്നാൽ ജോജോ എന്തു വിചാരിക്കും? അതുകൊണ്ട് മാത്രം റോസ്ലിൻ അവരോടൊപ്പം ചെന്നു. എൽസമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്നവർ പോയപ്പോൾ റെജീന അടുത്തേക്ക് നീങ്ങി. എന്നെ ഓർമ്മയുണ്ടോ? റെജീന പുഞ്ചിരിയോടെ ചോദിച്ചു. എനിക്കറിയാം, KCM ഹോസ്പിറ്റലിലെ നേഴ്സല്ലേ? റെജീന അഭിമാനത്തോടെ റോസ്ലിനെയും ജോജോയെയും നോക്കി. ഇതാരൊക്കെയാ കൂടെ? ഇതെൻ്റെ അമ്മയാ, ഇത് ജോജോ. എൻ്റെ കല്യാണം കഴിഞ്ഞായിരുന്നു. ആഹാ, ഞാൻ ഓർക്കുകയും ചെയ്തു ഇതെങ്ങനെയാണെന്ന്. എൽസമ്മ റെജീനയുടെ വയറിലേക്ക് നോക്കി തെല്ലൊരു കുസൃതിയോടെയാണ് പറഞ്ഞത്. വയർ വീർത്തിട്ടുണ്ടായിരുന്നു. റെജീനയ്ക്ക് നാണം വന്നു. നമ്മൾ ഇതേ പള്ളിമുറ്റത്ത് വെച്ച് തന്നെയാ കഴിഞ്ഞ തവണയും കണ്ടത്. അന്നേരം ഒരു കുഴപ്പവുമില്ല, എൽസമ്മ കൂട്ടിച്ചേർത്തു. അന്നേരം എൻ്റെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നല്ലോ, റെജീന നാണത്തോടെ പറഞ്ഞു. കല്യാണത്തിന് ഞങ്ങളെ ആരെയും ക്ഷണിച്ചില്ലല്ലോ, എൽസമ്മ പരിഭവിച്ചു. ക്ഷണിച്ചല്ലോ, കാരക്കാട്ട് ബംഗ്ലാവിൽ കൊണ്ടുവന്ന് കുറിയും തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അങ്കിള കൊണ്ടു തന്നെ. ഞാൻ ഓർക്കുന്നില്ല. അവിടുന്നും ഇവിടുന്നും ആരുടെയെങ്കിലും കല്യാണക്കുറി കിട്ടുമല്ലോ. ചിലപ്പോൾ 3ഉം 4ഉം കല്യാണത്തിൻ്റെ വരെ കാണും. എൽസമ്മ പറഞ്ഞത് സത്യമാണെന്ന് റെജീനയ്ക്കറിയാം. അന്തേരിയിലോ കാട്ടൂരോ ചെല്ലിയിലോ ചെത്തിയിലോ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനിയുടെ ആയാലും ഹിന്ദുവിൻ്റെ ആയാലും മുസൽമാൻ്റെ ആയാലും കാരക്കാട്ട് ബംഗ്ലാവിൽ ക്ഷണക്കത്ത് കൊടുത്തിരിക്കും. കാരണം തലമുറകളായി കാരക്കാട്ടുകാരായിരുന്നു ആ കടപ്പുറങ്ങളിലെ തരകന്മാർ.
കാരക്കാട്ട് കാരണവന്മാർ ഒരു കാലത്ത് നാടുവാഴികളും കൂടിയായിരുന്നു. ബ്രിട്ടീഷ് മേൽക്കോയ്മയുടെ കാലത്ത് അംശം അധികാരികളായിരുന്നു. അവരുടെ അധികാരപരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലെ തർക്കങ്ങൾക്കും വഴക്കുകൾക്കും ക്രിമിനൽ കുറ്റങ്ങൾക്ക് പോലും വിചാരണയും വിധിയും ശിക്ഷയും നടപ്പാക്കിയിരുന്നത് കാരക്കാട്ട് ബംഗ്ലാവിലായിരുന്നു. അവിടെ പ്രതികളെ അടച്ചിടാനുള്ള തുറുങ്കും അടിക്കാനുള്ള ചാട്ടയും ഇപ്പോഴും സ്മാരകമായി സൂക്ഷിച്ചിട്ടുണ്ട്. കാരക്കാട്ട് അംശമധികാരി ഒരാളെ കൊന്നാലോ കൊല്ലിച്ചാലോ അതിനെതിരെ ശബ്ദമുയർത്താനോ പ്രതിഷേധിക്കാനോ പോലും ആളില്ലാത്ത കാലമായിരുന്നു അത്. ആ കാരക്കാട്ട് തരകന്മാരെ കടപ്പുറങ്ങളിലും കരകളിലും നടക്കുന്ന എല്ലാ ആഘോഷങ്ങൾക്കും, പ്രത്യേകിച്ച് വിവാഹങ്ങൾക്ക് ചെന്നുകണ്ട് കുറി നൽകി ക്ഷണിച്ചിരിക്കണമെന്നത് അലിഖിത നിയമമായി നാനാജാതി മതസ്ഥരായ ജനങ്ങൾ ആചരിച്ചു പോന്നിരുന്നു. ഇപ്പോഴും അതങ്ങനെ തുടരുന്നു. കാരക്കാട്ട് തരകന്മാർ ഇഷ്ടക്കാരുടെയെല്ലാം കല്യാണങ്ങൾക്ക് മുഖ്യ അതിഥിയായി ചെന്നിരിക്കും. തൻ്റെ പ്രാമാണ്യവും പൊങ്ങച്ചവും അധികാരഗർവവും ആഡംബരവും പ്രദർശിപ്പിച്ച് മടങ്ങിപ്പോരും. പട്ടിണി പാവങ്ങളുടെയും അനിഷ്ടമുള്ളവരുടെയും കല്യാണങ്ങൾക്ക് പോകാറില്ല. കാരക്കാട്ട് തരകൻ കല്യാണത്തിന് വന്നിട്ടില്ലെങ്കിൽ അതൊരു പോരായ്മയായിട്ടേ പൊതുസമൂഹം കണക്കിലെടുത്തിരുന്നുള്ളൂ. കാരക്കാട്ട് ബംഗ്ലാവിൽ നിന്ന് ആരും കല്യാണത്തിന് വന്നില്ല. റെജീന എൽസമ്മയോട് പരിഭവം പറഞ്ഞു. അന്ന് വേറെയും കല്യാണം വല്ലതും ഉണ്ടായിരുന്നിരിക്കും, അല്ലെങ്കിൽ വന്നേനെ. എൽസമ്മ തങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് മറയ്ക്കാനായി പറഞ്ഞു. ഡാൻഡസ് കാറിനരികിൽ പള്ളിയുടെ നേർക്ക് പോകാൻ ശ്രമിച്ചപ്പോഴൊക്കെ എൽസമ്മ അവൻ്റെ പേര് വിളിച്ച് താക്കീത് ചെയ്യുന്നുണ്ടായിരുന്നു. ഡാൻഡസ്, അടങ്ങി നിൽക്ക്, പപ്പ ഇപ്പോൾ വരും. റെജീന വാത്സല്യത്തോടെ അവനെ നോക്കി. അവൻ അന്യനല്ലെന്നും തൻ്റെ സ്വന്തം ചേച്ചിയുടെ ഉദരത്തിൽ ജന്മമെടുത്ത കുട്ടിയാണെന്നും അവൾക്ക് മാത്രമേ അറിയൂ. റെജീനയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വന്തമാണ്. റെജീന അടുത്തേക്ക് നീങ്ങി അവനെ ചേർത്ത് പിടിച്ചു. അവൻ്റെ ശിരസിൽ തഴുകി. ഡാൻഡസ് ആശ്ചര്യത്തോടെ അവളെ നോക്കി. കാരക്കാട്ട് ബംഗ്ലാവിലെ പിള്ളേരെ തൊടാനും ലാളിക്കാനും പുറമേയുള്ളവർ ധൈര്യപ്പെടാറില്ല. അതിനുള്ള യോഗ്യത അവർക്കില്ലെന്നാണ് വയ്പ്. പക്ഷേ റെജീനയ്ക്ക് ഒരു തടസ്സവും അനുഭവപ്പെട്ടില്ല. അവൾ അവനെ നീ എന്നും മോനെ എന്നും സംബോധന ചെയ്ത് സംസാരിച്ചു. നിന്റെ മമ്മി നിന്നെ പ്രസവിക്കുമ്പം ഞാനാ ആദ്യം നിന്നെ കയ്യിലെടുത്തേ. ഞാനാണ് മോനെ നിന്നെ കുളിപ്പിച്ചേ. അവൾ ആ സംഭവം ആവർത്തിച്ചു പറഞ്ഞു. ഇതൊക്കെ ശരിയാണോ എന്നറിയാൻ ഡാൻഡസ് എൽസമ്മയെ നോക്കി. ആ ആശുപത്രിയിലെ നേഴ്സാ ഈ നിൽക്കുന്നത്. അന്ന് നിന്നെ കുളിപ്പിച്ചതും വെയിലു കൊള്ളിച്ചതും ഉടുപ്പിടുവെച്ച് ഒരുക്കിയതും ഈ നേഴ്സാ. എൽസമ്മ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ ഡാൻഡസിൻ്റെ മുഖത്തൊരു നാണം വന്നു. ശരിക്കു പറഞ്ഞ നിന്റെ ഒരു കുഞ്ഞമ്മയാ ഞാൻ, റെജീന അർത്ഥഗർഭമായി പറഞ്ഞു. അതിൻ്റെ ഗൂഢാർത്ഥം മനസ്സിലാവാത്തതുകൊണ്ട് എൽസമ്മ പുഞ്ചിരിച്ചതേയുള്ളൂ. റെജീന ശൗരിക്കുട്ടിയുടെ അമ്മയായ എമിലിയുടെ അനുജത്തിയാണെന്ന് പോലും എൽസമ്മയ്ക്കറിയില്ല. എടത്തുവയിൽ നിന്ന് വന്ന എൽസമ്മയ്ക്ക് ആ നാട്ടിലെ ജനസമൂഹത്തെ പരിചയമേ ഇല്ല. റെജീനയ്ക്ക് അവനെ കണ്ടിട്ടും മതി വരുന്നില്ല. അതിനിടെ ഡാൻഡസ് ഡോർ തുറന്ന് കാറിനുള്ളിൽ കയറി. വലിയ കുസൃതിയാണോ? റെജീന എൽസമ്മയോട് തിരക്കി. അവനെക്കൊണ്ട് അങ്ങനെ ശല്യമൊന്നുമില്ല. എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. റോസ്ലിൻ കാറിനുള്ളിലേക്ക് നോക്കിയപ്പോൾ ഡാൻഡസ് ഒരു സംഗീതോപകരണം എടുത്ത് തോളത്ത് വെക്കുന്നത് കണ്ടു. അതെന്താ, വീണയാണോ? റോസ്ലിൻ ചോദിച്ചു. അല്ല, വയലിനാ, എൽസമ്മ പറഞ്ഞു. അവന് സംഗീതം വലിയ ഇഷ്ടമാ, ചിത്രം വരയ്ക്കും. അത് കൊള്ളാമല്ലോ. റെജീനയ്ക്ക് സന്തോഷമായി. എൻ്റെ വല്യപ്പച്ചൻ ഇങ്ങനായിരുന്നു, പാട്ടും പടം വരെയും. അത് കേട്ടിട്ട് എൽസമ്മയുടെ നെറ്റി ചുളിഞ്ഞു. ഈ നേഴ്സിൻ്റെ വല്യപ്പച്ചനും തൻ്റെ മകനും തമ്മിൽ എന്താണ് താരതമ്യം? അവർ തമ്മിൽ എന്തു ബന്ധം? അതിൻ്റെ പേരിൽ ഇവൾ എന്തിന് സന്തോഷിക്കണം? വല്യപ്പച്ചൻ പള്ളിയിലെ കൊയറിലുണ്ടായിരുന്നു. പാടുകയും വയലിൻ വായിക്കുകയും ചെയ്യും. നാടകത്തിൻ്റെയൊക്കെ കട്ടൻ വരയ്ക്കും. റെജീന പിന്നെയും പറഞ്ഞു. വല്യപ്പച്ചനുണ്ടോ ഇപ്പം? എൽസമ്മ ചോദിച്ചു. ഇല്ല, മരിച്ചുപോയി. പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? ഇവനെയും അതൊക്കെ പഠിപ്പിക്കണേ. സംഗീതവും ചിത്രരചനയുമെല്ലാം ഇതൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാ. നല്ലപോലെ പഠിപ്പിക്കുകയും കൂടി ചെയ്താൽ ഒന്നാമനാകും. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ആരുടെ പാരമ്പര്യം? സൈമൺ അച്ചായൻ്റെ 7 ഇലയത്തൂടെ പോയിട്ടില്ല സംഗീതവും ചിത്രരചനയും. കാരക്കാട്ട് കലാകാരന്മാരുള്ളതായി കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? എൽസമ്മ ചോദിച്ചു. കാരക്കാട്ട് കലാകാരന്മാരല്ല, കൊലകാരന്മാരാണ് ഉണ്ടായിരുന്നത് എന്ന് പറയണമെന്നുണ്ടായിരുന്നു റോസ്ലിന്. എൻ്റെ കുടുംബത്തും പാട്ടും വരെയും ഒന്നും ആർക്കുമില്ല. പക്ഷെ പഠിക്കുന്ന കാലത്ത് ഞാൻ പാടുകയും പടം വരയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചേച്ചി പാടുമോ? എന്തൊക്കെ പടങ്ങളാണ് വരച്ചിട്ടുള്ളത്? റെജീന ചോദിച്ചു. ആന, കുരങ്ങ്, പ്രാവ്, കോഴി, കാക്ക, കായലും കരയും, തോണിയും ഒരു മരവും, സൂര്യകാന്തിപ്പൂ, താമരപ്പൂ, റോസാപ്പൂ, 2 മലകൾക്ക് മുകളിൽ സൂര്യൻ ഉദിച്ചു വരുന്നത്. എല്ലാം തീരെ കുട്ടിയായിരിക്കുമ്പോഴാ.
പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പം അതിനൊക്കെ സമ്മാനവും കിട്ടിയിട്ടുണ്ട്. എൽസമ്മ പറഞ്ഞു. അതൊക്കെ എല്ലാവരും വരയ്ക്കുന്നതാ ചേച്ചി, ഞാനും വരച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. ചിത്രരചനയെന്ന് പറയുന്നത് അതൊന്നുമല്ലെന്നേ. ഞാൻ പറഞ്ഞത് ഡാൻഡസിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ നിന്നായിരിക്കുമെന്ന്. എൽസമ്മ ആ മേന്മ സ്വന്തം പേരിലേക്ക് വരവ് വെച്ചു. റെജീനയ്ക്ക് തിരുത്തി പറയണമെന്നുണ്ടായിരുന്നു. നിങ്ങളുടെ യാതൊന്നും ആ കൊച്ചിന് കിട്ടിയിട്ടില്ല. അതെനിക്ക് ശരിക്കറിയാം. നിങ്ങളുടെ മകൻ പോലുമല്ല ഡാൻഡസ്. അവൻ ഞങ്ങളുടെ കുടുംബത്തിലെയാ. അവന് ചിത്രം വരയ്ക്കാനും വയലിൻ വായിക്കാനും കഴിവുണ്ടെങ്കിൽ അത് എൻ്റെ വല്യപ്പച്ചനിൽ നിന്ന് പാരമ്പര്യമായിട്ട് കിട്ടിയത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ റെജീന പറഞ്ഞത് ഇങ്ങനെയാണ്. എന്തൊക്കെയായാലും ശരി, അവനെ നല്ലൊരു കലാകാരനായി വളർത്തിയെടുക്കണേ. അതിനുള്ള കഴിവും താല്പര്യവും ഒക്കെ ഉണ്ടല്ലോ. ഈ നേഴ്സ് എന്തിനാണ് തൻ്റെ മകൻ്റെ കാര്യത്തിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്നതെന്ന് എൽസമ്മയ്ക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അവൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടി എന്ന മട്ടിലാണ് സംസാരവും പെരുമാറ്റവും. എൽസമ്മയ്ക്ക് അതത്ര രുചിച്ചില്ല. എൻ്റെ കൊച്ചിനെ എങ്ങനെ വളർത്തണമെന്നും എന്തൊക്കെ പഠിപ്പിക്കണമെന്നും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്നും മറ്റാരും കയറി ഇടപെടണ്ട. എന്നെയും എൻ്റെ കുഞ്ഞിനെയും നോക്കിയ നേഴ്സാണല്ലോ എന്ന് വിചാരിച്ച ഞാൻ വർത്തമാനം പറഞ്ഞതും ഇങ്ങോട്ട് പറഞ്ഞതെല്ലാം കേട്ടതും. എൽസമ്മ തൻ്റെ അനിഷ്ടം തുറന്നടിച്ച് പ്രകടിപ്പിച്ചു. തൻ്റെ ഭാര്യ അത് കേട്ട് നാണം കെട്ട് വിളറിയോ എന്ന് ജോജോ റെജീനയുടെ മുഖത്തേക്ക് നോക്കി. റെജീനയുടെ മുഖത്ത് പക്ഷേ അടക്കിയ ചിരിയായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ. സാരമില്ല, എന്നെങ്കിലും മനസ്സിലായിക്കൊള്ളും. എൽസമ്മയോട് അത്രയും പറഞ്ഞിട്ട് അവൾ ജോജോയുടെ കൈത്തണ്ട് പിടിച്ച് തിടുക്കം കൂട്ടി. വാ, നമുക്ക് പോയേക്കാം. അവർ തിരിഞ്ഞു നടന്നു. കൂടെ റോസ്ലിനും പോയി. നീ എന്തിനാ അവരുടെ ഒപ്പത്തിനൊപ്പം നിന്ന് സംസാരിക്കുന്നേ? അവരൊക്കെ വലിയ ആളുകളല്ലേ? ജോജോ റെജീനയെ ശാസിച്ചു. എനിക്കവർ അത്ര വലുതായിട്ടൊന്നും തോന്നിയിട്ടില്ല. അവർ വലുതാണെങ്കിൽ ഞാനും വലുതാ, അവർ ചെറുതാണെങ്കിൽ ഞാനും ചെറുതാ, റെജീന വീറോടെ പറഞ്ഞു. അവർക്ക് നിന്റെ പെരുമാറ്റമൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവരുടെ മകൻ്റെ കാര്യത്തിൽ നീ എന്തിനാ കയറി ഇടപെടുന്നേ? നിന്റെ അഭിപ്രായം നോക്കിയാണോ അവർ അവരുടെ കൊച്ചിനെ വളർത്തേണ്ടത്? എനിക്ക് ഇടപെടാൻ അവകാശമുണ്ടായിട്ടാ അഭിപ്രായം പറയാനും ആ കൊച്ചിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനും എനിക്ക് വേണ്ടിവന്ന അവകാശമുണ്ട്. റെജീന തർക്കിച്ചു. എന്തവകാശമെടി? ചുമ്മാ പൊട്ടത്തരം പറയില്ലേ. ലേബർ റൂമിൽ വെച്ച് നീ അവരുടെ പ്രസവം എടുത്തെന്ന് കരുതി നീ അവരുടെ ബന്ധുവൊന്നും ആയില്ലല്ലോ. ബന്ധുവായി. അവരുടെ വിചാരം ഞാൻ അവരുടെ ആരുമല്ലെന്ന. ഒരു ദിവസം അവർ മനസ്സിലാക്കും ഞാൻ ആരാണെന്ന്. ഇവക്കെന്താ തലയ്ക്ക് വട്ടാണോ അമ്മച്ചി? ജോജോയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവള് ചില നേരത്ത് ഇങ്ങനെയാ, അന്തവും കുന്തവുമില്ലാതെ വർത്തമാനം പറയും. അവസാനം അവരുടെ വായിലിരിക്കുന്ന വർത്തമാനം കേൾക്കേണ്ടി വന്നില്ലേ? എന്നിട്ടും ഒരു നാണവുമില്ല. റോസ്ലിൻ മകളെ കുറ്റപ്പെടുത്തി. നാണമില്ലാത്തത് അവക്കാ. അവളെ ഞാൻ പണ്ടേ നാണം കെടുത്തി വച്ചിരിക്കുന്നതാ. ജീവിതകാലം മുഴുവൻ അവളാ നാണക്കേട് അനുഭവിക്കും. അവർക്കറിയത്തില്ല അവൾ ആരാണെന്നും ഞാൻ ആരാണെന്നും. നീ പോടി അവിടുന്ന്. ചുമ്മാ വളുവളാന്ന് വായി തോന്നിയതൊക്കെ പറയുന്നു. റോസ്ലിനും ദേഷ്യമായി. അല്ല, അമ്മ പറ, ആ കൊച്ചിനെ കണ്ട ആരെപ്പോലെ ഇരിക്കുന്നു? ആരെപ്പോലെ ഇരിക്കുന്നടി? അമ്മയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ സ്ത്രീയെപ്പോലെയാണോ? അല്ലേയല്ല. ആ സൈമൺ മുതലാളിനെ പോലെയാണോ? അതൊന്നുമല്ല, റോസ്ലിൻ സമ്മതിച്ചു. സൈമൺ മുതലാളിക്ക് ഈ കൊച്ചിൻ്റെ നാലിലൊന്നും നിറമില്ല. അയാൾ ഇത്തിരി ഇരുണ്ടിട്ടല്ലേ, തടിമാടൻ. ഈ കൊച്ചിനെ കണ്ട ഒരു സായിപ്പ് കുഞ്ഞാണെന്നേ തോന്നൂ. അമ്മച്ചിയുടെ അപ്പൻ നല്ല സുന്ദരനല്ലായിരുന്നു അമ്മേ? എൻ്റെ വല്യപ്പച്ചൻ നല്ലപോലെ വെളുത്തു തുടുത്ത് 6 അടി പൊക്കവും അല്ലേ? അത് ശരിയാ. റോസ്ലിന് തൻ്റെ അപ്പനെപ്പറ്റി വലിയ മതിപ്പാണ്. വല്യപ്പൻ്റെ ഒരു ഷേപ്പില്ലേ ആ കൊച്ചിന്? ഒന്ന് ഓർത്തു നോക്കിക്കേ. മാത്രമല്ല ആ പാട്ടും ചിത്രം വരയ്ക്കലും. നീ എന്താടി പൊട്ടി പറഞ്ഞുകൊണ്ട് വരുന്നേ? നിന്റെ വല്യപ്പച്ചൻ്റെ ഷേപ്പും പാരമ്പര്യ ഗുണവും എങ്ങനെ കാരക്കാട്ട് ബംഗ്ലാവിലെ കൊച്ചിന് കിട്ടും? ജോജോ അവളോട് ദേഷ്യപ്പെട്ടു. താൻ പറഞ്ഞ് അതിരുവിട്ടു പോയെന്ന് റെജീനയ്ക്ക് മനസ്സിലായി. ഞാനൊരു സാമ്യം പറഞ്ഞെന്നേയുള്ളൂ. വല്യപ്പച്ചനും ഒരു തരകനല്ലായിരുന്നോ ചെറുപ്പകാലത്ത്? ഈ കാരക്കാട്ടുകാരുമായി എന്തെങ്കിലും ബന്ധം കാണുമായിരിക്കും. എല്ലാവരും ഒരു നാട്ടുകാരല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് റെജീന തലയൂരി. ആ കൊച്ചിനെ കാണാൻ നല്ല ഭംഗിയാ. ആ സ്ത്രീ പ്രസവിച്ച കൊച്ചാണെന്ന് തോന്നുകയില്ല. നമ്മുടെ എമിലിയുടെ നല്ല കാലത്തെ ഒരു നിറവും പ്രകൃതവും ഒക്കെയാ, റോസ്ലിൻ പറഞ്ഞു. അമ്മച്ചിയും ഇവള് പറയുന്നത് കേട്ട് പൊട്ടത്തരം പറയാൻ തുടങ്ങിയോ? ജോജോ പരിഹസിച്ചു. ശരിയാണല്ലോ എന്ന് വിചാരിച്ച് റോസ്ലിൻ പിന്നെ ഒന്നും പറഞ്ഞതേയില്ല. ശൗരിക്കുട്ടി വിശ്വാസം വരാതെ മുഖക്കണ്ണാടി എടുത്ത് വീണ്ടും വീണ്ടും നോക്കി. ഒരു പല്ല് കാണാനില്ല. കണ്ണിൻ്റെ കുഴപ്പമാണോ? പല്ലിൻ്റെ നിറം മാറിപ്പോയതാണോ? പല്ലിരുന്ന ഭാഗത്ത് ശൗരിക്കുട്ടി ചൂണ്ടുവിരൽ കൊണ്ട് തൊടാൻ ശ്രമിച്ചു.
വിരൽ ഒരിടത്തും തടയുന്നില്ല. പല്ലിരുന്ന സ്ഥാനത്ത് ശൂന്യത. ശൗര്യക്കുട്ടിക്ക് വന്ന സങ്കടം ചില്ലറയല്ല. ഇനി എവിടെ ചെന്ന് ആ പല്ല് തപ്പിയെടുക്കും? കുഞ്ഞണ്ണ അവരുടെ മേൽത്തടിയിലെ വെപ്പ് പല്ല് തിരഞ്ഞു നടക്കുന്നത് ശൗര്യക്കുട്ടി പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് ഗ്ലാസ്സിലോ പ്ലാസ്റ്റിക് ജാറിലോ ഇട്ടുവയ്ക്കുകയാണ് പതിവ്. കുഞ്ഞണ്ണയ്ക്ക് തോന്നുമ്പോൾ എടുക്കുകയും തോന്നുമ്പോൾ വയ്ക്കുകയും ചെയ്യാവുന്ന പല്ലുകളായിരുന്നു അവ. ശൗര്യക്കുട്ടി ഇതുവരെ ഒരു ഗ്ലാസ്സിലും പല്ലെടുത്തു വച്ചിട്ടില്ല. എന്നിട്ടും അവൻ കുഞ്ഞണ്ണയുടെ ഗ്ലാസ്സിലും ജാറിലും ചെന്ന് നോക്കി. വല്യമ്മച്ചിക്ക് മാറിപ്പോയതാണോ? സ്വന്തം പല്ല് കാണാഞ്ഞിട്ട് തൻ്റെ പല്ലെടുത്തു വെച്ചോ? അവൻ വീണ്ടും കണ്ണാടിയെടുത്ത് അതിനെ പല്ലിളിച്ച് കാട്ടി. അപ്പോഴത്തെ വൈകൃതം കണ്ടിട്ട് അവന് കരച്ചിൽ വന്നു. അവൻ നിറകണ്ണുകളോടെ എമിലിയുടെ മുന്നിൽ ചെന്നു. എന്നാ പറ്റി ശൗര്യക്കുട്ട? എമിലി വാത്സല്യത്തോടെ ചോദിച്ചു. എൻ്റെ പല്ല് കാണാനില്ല. അവൻ്റെ തൊണ്ടയിടറി. നോക്കട്ടെ, കാണിച്ച്. ഞാനൊന്നും ചെയ്തില്ലമ്മേ, ഞാൻ കളഞ്ഞതല്ല. ശൗര്യക്കുട്ടി ക്ഷമാപണം നടത്തി. താൻ പല്ല് വല്ലയിടത്തും കൊണ്ടു കളഞ്ഞതാണെന്ന് അമ്മ തെറ്റിദ്ധരിച്ചെങ്കിലോ എന്നായിരുന്നു അവൻ്റെ പേടി. കാണട്ടെ, നീ വാ തുറക്ക്. അവൻ മടിച്ചു മടിച്ച് വാ തുറന്നു കാട്ടി. ശരിയാണ്, മുൻനിരയിലെ ഒരു പല്ലില്ല. ഇതെപ്പോഴാ പോയേ? ഞാൻ കണ്ടില്ല. രാവിലെ പല്ല് തേച്ചപ്പോൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പിന്നെപ്പോഴാ? കുഴ തിന്നിട്ട് നോക്കിയപ്പോൾ. കപ്പ കുഴച്ച് വേവിച്ചത് ശാപ്പിട്ട ശേഷം ശൗരി വായിൽ വെള്ളമെടുത്ത് കുലുക്കു കുഴിഞ്ഞു. അപ്പോഴേ തിരിച്ചറിഞ്ഞു എവിടെയോ ഒരു ചോർച്ച. നാക്കിൻ്റെ തുമ്പ് ഉടൻ അന്വേഷണത്തിനിറങ്ങി കണ്ടുപിടിച്ചു. ദാ ഇവിടെയാണ്, ഇവിടെയാണ്. അതിനുശേഷം നാക്കിൻ്റെ തുമ്പ് അവിടെ തന്നെ ചുറ്റിത്തിരിയുകയാണ്. അതാണ് മുഖക്കണ്ണാടിയെടുത്ത് നോക്കാനുള്ള കാരണം. എമിലി അവൻ്റെ വേറെ പല്ലുകളും പരിശോധിച്ചു. പോയ പല്ലിനടുത്തുള്ള പല്ല് ആടുന്നുണ്ട്. മറ്റൊരു പല്ലിനു കൂടി ചെറിയ ഇളക്കമുണ്ട്. നീ കുഴ തിന്നപ്പം കൂടെ പല്ലും പോയി വയറ്റിലോട്ട്. ഇനി എങ്ങനെയാമ്മേ അതെടുക്കുന്നേ? ഇനി അതെടുക്കണമെങ്കിൽ എമിലി ഒന്ന് നിർത്തിയിട്ട് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ പല്ലിൻ്റെ കൂട്ടുകാരനെ ഇങ്ങോട്ടെടുക്കണം. ഇപ്പം ഇത് കണ്ടോ, ഇളകണ കണ്ടോ? അടുത്ത കുഴ തീറ്റിക്ക് ഇവനും ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുക വയറ്റിലോട്ട്. നമ്മൾ ഇവനെ എടുത്തു മാറ്റിയ ആദ്യത്തവൻ ഇവനെ തിരക്കി വരും. അപ്പം നമുക്ക് പിടികൂടാം. ഇവനെ എടുത്ത് മാറ്റി വെച്ചേക്കട്ടെ. ശൗരി സംശയത്തോടെ അമ്മയെ നോക്കി. അവൻ തിരിച്ചു വരണമെങ്കിൽ മതി. ശൗരി മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളി. ഉണ്ടനൂൽ ശൗരിക്കുട്ടിയുടെ പല്ലിന് ചുറ്റും കെട്ടി. അതിൻ്റെ രണ്ടറ്റവും വിരലിൽ കോർത്ത് പിടിച്ചിട്ട് ശൗരിക്കുട്ടിയോട് കണ്ണടച്ചോളാൻ പറഞ്ഞു. ശൗരിക്കുട്ടി കണ്ണടച്ചു. എമിലി ഒരൊറ്റ വലി വലിച്ചതും ശൗരിക്കുട്ടി വേദന കൊണ്ട് പിടഞ്ഞതും ഒറ്റ നിമിഷം കൊണ്ട് കഴിഞ്ഞു. അമ്മ എന്തു പണിയാ കാണിച്ചത് എന്ന് അവൻ അന്താളിച്ചു. കണ്ണു മിഴിച്ച് എമിലിയെ നോക്കി. എമിലി അവനോട് മുറ്റത്തേക്ക് തുപ്പാൻ പറഞ്ഞു. അവൻ തുപ്പി. ചോര, കടും ചുവപ്പ് നിറത്തിലുള്ള ചോര. ശൗരിക്കുട്ടിക്ക് പേടിയായി. അമ്മ എന്താണീ ചെയ്തത്? എമിലി അവന് വെള്ളം എടുത്തുകൊടുത്ത് കുലുക്കുഴിയാൻ പറഞ്ഞു. അവൻ വായിൽ വെള്ളം എടുത്ത് കുലുക്കുഴിയാൻ ശ്രമിച്ചു. സാധിക്കുന്നില്ല. വൻപിച്ച ചോർച്ച. ചുണ്ടുകൾക്കിടയിലൂടെ വെള്ളം ചോർന്നു പോകുന്നു. മുൻപ് കുലുക്കുഴിയുമ്പോൾ ഒരു ആർച്ച് ഡാം പോലെ ബലവത്തായിരുന്നു അവൻ്റെ വായ്ക്കുൾവശം. ചോർച്ചയുടെ കാരണം നാക്കിൻ തുമ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതവിടെ കാവൽ നിൽക്കുകയാണ്. എമിലി അവൻ്റെ മുഖം കഴുകി തുടച്ചു. എന്നിട്ട് നൂലിൽ കുരുങ്ങിയ പല്ല് അവനെ കാണിച്ചു. ദാ അവനിവിടെ ഉണ്ട്. ശൗരിക്കുട്ടി മനപ്രയാസത്തോടെ ആ പല്ല് കൈവെള്ളയിലെടുത്തു വെച്ച് നോക്കി. തൻ്റെ വായിലിരുന്നതാണോ ഈ വൃത്തികെട്ട സാധനം? ഇത് വേറെന്തോ ആണ്. കണ്ണാടി എടുത്ത് നോക്കുമ്പോൾ എന്തു ഭംഗിയുള്ള പല്ലുകളായിരുന്നു. മറ്റേ പല്ല് വരണില്ലല്ലോ അമ്മ. അവൻ ഒറ്റ ദിവസം കൊണ്ട് വരില്ല. ഇവൻ ചെല്ലുന്നുണ്ടോയെന്ന് നോക്കി നോക്കിയിരിക്കും. ഓരോ ദിവസവും വയറ്റിൽ കിടന്ന് വിളിക്കും, വാടാ വാടാന്ന്. അങ്ങനെ കുറേ ദിവസം കഴിയുമ്പം അവൻ പതുക്കെ പതുക്കെ പതുങ്ങി കയറി വന്ന് പോയ സ്ഥാനത്ത് തന്നെ ഇരിക്കും. ശൗരിക്കുട്ടി മുഖക്കണ്ണാടി എടുത്ത് പല്ലിളിച്ചു നോക്കി. ഇപ്പോൾ ഒരു വലിയ വിടവ്. ഇനി എങ്ങനെ ചിരിക്കും? എങ്ങനെ സംസാരിക്കും? എങ്ങനെ മനുഷ്യൻ്റെ മുഖത്തു നോക്കും? പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. ശൗരിക്കുട്ടി അമ്മയോട് പറഞ്ഞു. അപ്പോൾ അവൻ ഞെട്ടിക്കുന്ന ഒരു സത്യം കൂടി തിരിച്ചറിഞ്ഞു. സംസാരിക്കുമ്പോൾ ആ വിടവിൽ കൂടി കാറ്റ് ചോരുന്നുണ്ട്. തന്മൂലം അക്ഷരങ്ങൾ ഉരുത്തിരിയാൻ ഇന്നുവരെ ഇല്ലാത്തൊരു വിഷമം. കുഞ്ഞുണ്ണിയോടൊപ്പം കടപ്പുറത്തെ ചായക്കടയിലേക്ക് കഴുകിയ പ്ലേറ്റുകളും ഗ്ലാസുകളുമായി പോയ ജാനറ്റും ഡെന്നിച്ചനും തിരിച്ചു വന്നു. എപ്പോഴോ ശൗരിക്കുട്ടിക്ക് ഡെന്നിച്ചനുമായി തൻ്റെ ഇഷ്ടവിനോദമായ ഗുസ്തിപിടുത്തം നടത്തേണ്ടി വന്നപ്പോൾ ബുട്ടൻസ് പൊട്ടി. ഡെന്നിച്ചൻ അവൻ്റെ പല്ലുപോയ വിടവ് നോക്കി ഒരു നിമിഷം അന്തം വിട്ടു നിന്നു. അമളി മനസ്സിലായ ശൗരിക്കുട്ടി വായടച്ചു. ഒന്ന് കാണിച്ചടാ, വാ തുറക്ക്. ഇല്ല. ശൗരിക്കുട്ടി വായ തുറന്നില്ലെന്ന് മാത്രമല്ല, കൈപ്പത്തി കൊണ്ട് മറച്ചു പിടിക്കുകയും ചെയ്തു. ജാനി ചേച്ചിയെ, ദേ ഒരപ്പൂപ്പൻ, പല്ലില്ലാത്ത അപ്പൂപ്പൻ. ഡെന്നിച്ചൻ ആർത്തു വിളിച്ചു. ജാനറ്റ് ഓടി വന്നു. ദേ ഇവൻ്റെ വായി പല്ലില്ല.
ഒന്ന് കാണിച്ചേടെ ശൗരിക്കുട്ടി. ശൗരിക്കുട്ടി ദേഷ്യത്തിൽ രണ്ടുപേരെയും നോക്കി. പിന്നെ ഇറങ്ങി ഒറ്റ നടത്ത. ഇനിമേൽ ശൗരിക്കുട്ടി ആരോടും ചിരിക്കുന്നതല്ല, ആരോടും മിണ്ടുന്നതല്ല. എല്ലാം നിർത്തി. അവൻ കടപ്പുറത്തേക്ക് നടന്നു. ഇനി ജർമ്മിച്ചായൻ മാത്രമേയുള്ളൂ അവനൊരാശ്രയം. പിന്നെ ഒന്നും മിണ്ടാത്ത, എന്നാൽ എല്ലാം പറയുന്ന കടലും. അധ്യായം 24. സ്കൂളിൽ പോകാൻ തുടങ്ങിയതോടെ തൻ്റെ കഷ്ടകാലം ആരംഭിച്ചതായി ശൗരിക്കുട്ടി കണക്കുകൂട്ടി. സമയം തീരെയില്ല. അവൻ ഡെന്നിച്ചനെയും ജാനറ്റിനെയും പോലെ മുഴുവൻ സമയം വിദ്യാർത്ഥിയായി മാറി. രാവിലെ എണീറ്റ് വരുമ്പോൾ 7 മണി കഴിയും. പിന്നെ ഒന്നിനും സമയമില്ല. കടപ്പുറത്തെ ചായക്കടയിൽ ഒന്ന് പോയി വരാൻ സമയം കിട്ടിയെങ്കിലായി. അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, പോയിരുന്ന് പഠിക്കും മോനെ, പോയിരുന്ന് പടി, എഴുതാനും വായിക്കാനുമില്ലേ. എൻ്റെ ശൗരിക്കുട്ടി പഠിച്ചു മിടുക്കനായെങ്കിലേ അമ്മയുടെ കഷ്ടപ്പാട് തീരൂ. ഡെന്നിച്ചനെയും ജാനറ്റിനെയും അമ്മ ഇത്രയധികം നിർബന്ധിക്കാറില്ല. ജാനറ്റ് പുസ്തകപ്പുഴുവാണ്. എന്ത് കീറക്കടലാസ് കയ്യിൽ കിട്ടിയാലും വായിക്കും. പാഠപുസ്തകത്തിലെ എല്ലാ പാഠങ്ങളും അവൾ പുസ്തകം കയ്യിൽ കിട്ടുമ്പോഴേ വായിച്ചു വച്ചിരിക്കും. ഡെന്നിച്ചനെ പക്ഷേ കുറച്ച് നിർബന്ധിക്കണം. തൻ്റെ കാര്യം വരുമ്പോൾ അമ്മയുടെ ഈ പക്ഷഭേദം എന്താണെന്ന് ശൗരിക്കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. സ്കൂളിൽ വിടുന്നത് തന്നെ വലിയ ശിക്ഷയാണ്. പുസ്തകത്തിലെ പാട്ടും കഥയും പഠിക്കേണ്ടി വരുന്നത് അതിനേക്കാൾ വലിയ ശിക്ഷ. അതും പോരാഞ്ഞിട്ടാണ് ഹോംവർക്ക്. അക്ഷരങ്ങളും അക്കങ്ങളും പഠിച്ചെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണെന്ന് ശൗരിക്കുട്ടിക്ക് മാത്രമേ അറിയൂ. അക്ഷരങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും അവൻ ഇതുവരെ പിടികിട്ടിയില്ല. ചില അക്ഷരങ്ങൾ കക്ക പോലെയാണെങ്കിൽ വേറെ ചിലത് ചെമ്മീൻ പോലെയാണ്. കൊഞ്ചിൻ്റെ ആകൃതിയിലുള്ള അക്ഷരങ്ങളുമുണ്ട്. ഒരക്ഷരത്തിന് ഞണ്ടിൻ്റെ ആകൃതിയാണുള്ളത്. ശംഖ് പോലിരിക്കുന്ന അക്ഷരവും ഇടയ്ക്ക് വല്ലപ്പോഴും വരുന്നുണ്ട്. ഇതെല്ലാം കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയുള്ളതാണെന്ന കാര്യത്തിൽ ശൗരിക്കുട്ടിക്ക് സംശയമേ ഇല്ല. അക്കങ്ങളുടെ കാര്യം അതിനേക്കാൾ കഷ്ടം. 1 മുതൽ 9 വരെയും പിന്നൊരു 0. അങ്ങനെ സമാധാനിച്ചിരിക്കുമ്പോഴാണ് ശൗരിക്കുട്ടിയുടെ മുൻപിലേക്ക് പെരുക്കപ്പട്ടിക വരുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ശൗരിക്കുട്ടിക്ക് മനസ്സിലാകുന്നേയില്ല. വലിയ ആളുകളൊന്നും സ്കൂളിൽ പോകുന്നില്ല, പഠിക്കുന്നില്ല. അവർക്കാണ് ഏറ്റവും സുഖം. അവരെ വഴക്ക് പറയാനോ നിയന്ത്രിക്കാനോ ആരുമില്ല. എപ്പോൾ എവിടെ വേണമെങ്കിലും പോകാം, ഉറക്കെ സംസാരിക്കാം, പഠിക്കാം, ചിരിക്കാം, ഏത് വീട്ടിലും കയറി ചെല്ലാം, ചീട്ട് കളിക്കാം, കള്ളു കുടിക്കാം, കടലിലും പോകാം. അവരെക്കാൾ സ്വാതന്ത്ര്യമുള്ളവരായിട്ട് പക്ഷികളെ മാത്രമേ ശൗരിക്കുട്ടി കണ്ടിട്ടുള്ളൂ. പക്ഷികൾക്ക് പക്ഷേ ഒരല്പം പേടിച്ചേ പറ്റൂ. ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ നോക്കണം. മുതിർന്ന മനുഷ്യർക്ക് അതും വേണ്ട. എത്രയും പെട്ടെന്ന് വലുതായി കിട്ടിയാൽ മതിയായിരുന്നെന്ന് ശൗരിക്കുട്ടി എപ്പോഴും ആഗ്രഹിച്ചു. അവൻ ഒറ്റയ്ക്കാകുമ്പോൾ കയ്യിലെ മസിൽ പെരുപ്പിച്ച് നോക്കാറുണ്ട്. പോരാ, ഒരു തവളക്കുഞ്ഞിൻ്റെ അത്രയുള്ളൂ അവൻ്റെ കയ്യിലെ മസിൽ. മീൻ കോരുന്ന ആൻ്റപ്പൻ ചേട്ടൻ്റെ മസിൽ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. മീൻകുട്ട പിടിച്ചു പൊക്കുമ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ്റെ കൈമുട്ടിനും തോളിനുമിടയിൽ ഉരുണ്ടുകൊഴുത്ത ഒരു പൂച്ചക്കുട്ടി ഓടിക്കളിക്കും. ആൻ്റപ്പൻ ചേട്ടൻ്റെ വയറും നെഞ്ചുമൊക്കെ പരന്നിട്ടാണ്. അവിടെ വലിയ തെരണ്ടിമീൻ വരഞ്ഞു വരഞ്ഞു വെച്ച പോലെ പലയടുക്ക് മസിലുകളുണ്ട്. ആൻ്റപ്പൻ ചേട്ടൻ പണിയെടുക്കുമ്പോൾ ആ മസിലുകൾ വെറുതെ ഇരിക്കാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിക്കും. താൻ എന്നാണ് ആൻ്റപ്പൻ ചേട്ടൻ്റെ അത്രയും വളരുന്നതെന്ന് ശൗരിക്കുട്ടിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഈ കുഞ്ഞു ശരീരം ഏതെങ്കിലും ഒരു കാലത്ത് അത്രത്തോളം എത്തുമോ? ക്ലാസ്സിൽ തൻ്റെ ബെഞ്ചിൽ തൊട്ടടുത്തിരിക്കുന്ന ഐസക്കുമായി ശൗരിക്കുട്ടി ഈ സംശയം പങ്കുവച്ചു. പെട്ടെന്ന് വലുതാകാൻ എന്താണൊരു വഴി? നല്ല പോലെ തിന്നണം, ഐസക് പറഞ്ഞു കൊടുത്തു. എന്നും ഇറച്ചിയും മീനും ചോറും തിന്നണം. എന്നും ഇറച്ചിയും മീനും തിന്നാനോ? ആര് തരും? കടലിൽ പണിയുള്ള ദിവസങ്ങളിൽ കടപ്പുറത്ത് ആള് കൂടും. അമ്മയുടെ ചായക്കടയിലും ആള് കയറും. അങ്ങനെയാണ് അരി വാങ്ങുന്നത്. മീൻ മിക്കപ്പോഴും കഴിക്കാറുണ്ട്. അത് കറി വെച്ചിട്ടാണ് കഴിക്കുക. ഐസക് പറയുന്നത് മീൻ ചുട്ടു തിന്നണമെന്നാണ്. ഉപ്പും മുളകും പുരട്ടി ഇലയിൽ ചുരുട്ടി കനലിൽ പൊതിഞ്ഞ് ചുട്ടെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുള്ള് ഊരിക്കളയണം. മത്തിയും അയലയും അങ്ങനെ ദിവസവും 10ഉം 20ഉം വീതം തിന്നണം. അതുകൂടാതെ ഇറച്ചി. പെട്ടെന്ന് തടി വയ്ക്കും, പൊക്കം വയ്ക്കും, മമ്മൂട്ടിയെപ്പോലെയാകും. ഇതെല്ലാം ഐസക് പറഞ്ഞു കൊടുക്കുന്നതാണ്. 20 മത്തിയും അയലയും കൂടാതെ ഇറച്ചിയും. ഇതൊക്കെ എവിടുന്ന് കിട്ടും? 20 മത്തിയുണ്ടെങ്കിൽ വീട്ടിലത് 2 ദിവസത്തെ കറിയാണ്. എന്നിട്ടും ശൗരിക്കുട്ടി എമിലിയോട് പറഞ്ഞു, എനിക്ക് മത്തി ചുട്ടു തിന്നണം, 10 എണ്ണം വേണം, ഇറച്ചിയും വേണം. എമിലി വിസ്മയം പൂണ്ടു. ഇവൻ എവിടുന്ന് കിട്ടി ബോധോദയം? എന്തിനാടാ ശൗരിക്കുട്ടി? വലുതാകാനാ, ആൻ്റപ്പൻ ചേട്ടൻ്റെ അത്രയും. ഓ, അതിനാണോ? എടാ മോനെ, കുറേ മത്തി ഇറച്ചിയും തിന്നാ പെട്ടെന്ന് വലുതാകുമെന്ന് നിന്നോടാരാ പറഞ്ഞേ? ഐസക് എൻ്റെ കൂട്ടുകാരനാ ക്ലാസ്സിൽ. എന്നാ നീ പോയി അവനോട് പറ,
അങ്ങനെ തിന്ന് പെട്ടെന്ന് വലുതാകാൻ. എടാ മോനെ, അങ്ങനെ പെട്ടെന്ന് വലുതാവത്തില്ല ആരും. കുറേ വർഷങ്ങൾ വേണം. അമ്മ വാങ്ങിച്ചതാ, നോക്കാം. ഒടുവിൽ എമിലി അടുത്ത ഞായറാഴ്ച 1 കിലോ മാട്ടിറച്ചി വാങ്ങി കറി വെച്ചു. 6 അംഗങ്ങളുള്ള വീട്ടിൽ 2 നേരത്തേക്കായി വീതം വെച്ച് വന്നപ്പോൾ ശൗരിക്കുട്ടിക്ക് ഏതാനും ചെറു കഷ്ണങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. ഇത്രയുള്ളൂ അമ്മ? ശൗരിക്കുട്ടി അമ്പരപ്പിൽ ചോദിച്ചു. അത്രയുള്ളൂ. എല്ലാവർക്കും വിളമ്പണ്ടേ? ഡെന്നിച്ചിന്, ജാനറ്റിന്, വിൻസിക്ക്, അമ്മച്ചിക്ക്, എനിക്ക്. അതെന്തിന് എല്ലാവർക്കും കൊടുത്തേ? ഞാനല്ലേ ചോദിച്ചേ. എനിക്കല്ലേ വലുതാവണ്ടേ? അവരാരും ചോദിച്ചില്ലല്ലോ. അവർക്ക് വലുതാവണ്ടല്ലോ. എടാ ശൗരിയെ, നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പം അത് എല്ലാവരും കൂടെ പങ്കുവെച്ച് കഴിക്കണം. അങ്ങനെ വേണ്ടത്. ഇങ്ങനെയാണേ ഞാൻ വലുതാവുന്നില്ല, ശൗരിക്കുട്ടി പരിഭവിച്ചു. 2ാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ശൗരിക്കുട്ടിയുടെ പല്ലുകൾ എല്ലാം തന്നെ കൊഴിഞ്ഞു തീരുകയും പകരം പല്ല് മുളയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1ാം ക്ലാസ് പഠിത്തം കഴിഞ്ഞ് അവധിക്കാലം വന്നപ്പോൾ ശൗരിക്കുട്ടിക്ക് വലിയ സന്തോഷമായിരുന്നു. തെങ്ങും പറമ്പും തോട്ടുകരകളും തന്നെ കാത്തുകിടക്കുകയായിരുന്നെന്ന് അവന് തോന്നി. 2 കാര്യങ്ങൾ അവനെ അത്ഭുതപ്പെടുത്തി. തോടിനു മീതെ കൂടി വളർന്ന് മറുകരയിലേക്ക് ചാഞ്ഞു പോയിരുന്ന ഒരു മരം അവൻ്റെ മുൻപിൽ കീഴടങ്ങി. മുൻപ് പലതവണ ആ മരത്തിൽ കയറി പാലം പോലെ മറുകരയ്ക്ക് നീണ്ടുപോയ തായ്തടിയിൽ കൂടി കടക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഭയവും മെയ്വഴക്കമില്ലായ്മയും അവനെ കീഴ്പ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ കയറിയിട്ട് അവനൊരു സർക്കസ് അഭ്യാസിയെപ്പോലെ മരം ചാഞ്ഞ ഭാഗത്തുകൂടി ബാലൻസ് പിടിച്ചു നടന്നു. 25 അടി താഴ്ചയിലെ കയം അവനെ ഒട്ടും ഭയപ്പെടുത്തിയില്ല. വൃക്ഷത്തിൻ്റെ കൊമ്പിനോട് ഉരുമ്മി മറുകര നിന്ന മറ്റൊരു വൃക്ഷശിഖരത്തിൽ തൂങ്ങിപ്പിടിച്ച് അവൻ അക്കരെ ഇറങ്ങി. പാലമില്ലാതെ വെള്ളത്തിൽ തൊടാതെ മറുകര എത്തിയ ആദ്യത്തെ മനുഷ്യൻ താനാണെന്ന് അവൻ അഭിമാനിച്ചു. തോട്ടിലൊരിടത്ത് നീന്തി മറുകര എത്താൻ വേണ്ടി മുൻപ് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കടവ് ഇത്തവണ അവൻ എളുപ്പത്തിൽ നീന്തിക്കടന്നത് മറ്റൊരു വിജയം. തോട്ടിൽ ചൂണ്ടയിടേണ്ട താമസം. മീനുകൾ പാഞ്ഞെത്തി. ശൗരിക്കുട്ടിയുടെ ചൂണ്ടയിൽ എനിക്ക് ആദ്യം കൊത്തണം എന്ന മട്ടിൽ മത്സരിച്ചു. തൻ്റെ ചൂണ്ടയിൽ കൊത്തിക്കുരുങ്ങി വന്ന ഒരു വലിയ മീനിനെ ചൂണ്ടയിൽ നിന്ന് ഊരിയെടുക്കുന്നതിനിടയിൽ അവൻ മീനിനോട് കുശലവും പറഞ്ഞു. എത്ര നാളായി അല്ലേ നമ്മൾ കണ്ടിട്ട്? കടപ്പുറത്തും അവൻ ജയിലിൽ നിന്ന് തുറന്നുവിടപ്പെട്ട ജയിൽ പുള്ളിയെപ്പോലെ സ്വാതന്ത്ര്യത്തോടെ യഥേഷ്ടം വിഹരിച്ചു. അവൻ വള്ളങ്ങളോടും വള്ളക്കാരോടും ക്ഷേമാന്വേഷണം നടത്തി. അവർക്കൊപ്പം തിരയിലിറങ്ങി നിന്ന് കടലിനോട് തൻ്റെ ആഗമനം അറിയിച്ചു. ഞാൻ വന്നിട്ടോ. മീൻകാരി പെണ്ണുങ്ങൾ മീൻ വിൽക്കുന്നത് കൗതുകത്തോടെ നോക്കിക്കൊണ്ട് അവരുടെ അടുത്തു നിന്ന് മീൻ വാങ്ങാൻ വന്ന ചിലരെ അവൻ വിളിച്ചുകൊണ്ടുപോയി മീൻകാരി പെണ്ണുങ്ങൾക്ക് മുട്ടിച്ചു കൊടുത്തു. മീൻകാരികൾ അവൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് ചായയും വടയും വാങ്ങിപ്പിച്ചു കഴിച്ചു. ജർമ്മിച്ചായൻ്റെ അടുത്തും അവൻ പോയി. വള്ളത്തിൻ്റെ തണലിലിരുന്ന് പതിവ് പോലെ വലം ആടുകയായിരുന്നു ജർമ്മിച്ചായൻ. നീ പള്ളിക്കൂടത്തിൽ പോകാൻ തുടങ്ങിയപ്പോൾ നിന്നെ കാണാനേ ഇല്ലല്ലോ, ജർമ്മിച്ചായൻ പറഞ്ഞു. ഞായറാഴ്ച ഞാൻ വന്നിരുന്നല്ലോ. അതൊക്കെ എന്നാ വരവാട ശൗരിയെ, ജർമ്മിച്ചായൻ അവനെ കണ്ടതിൻ്റെ സന്തോഷം മറച്ചു വയ്ക്കാതെ പറഞ്ഞു. നിന്നെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്നതല്ലേ. പിന്നീട് എല്ലാ ദിവസവും അവൻ ജർമ്മിച്ചായനെ കാണാൻ വന്നു. അവധിക്കാലം എന്നാൽ എന്താണെന്ന് ശൗരിക്കുട്ടി ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. അവധിക്കാലത്ത് ജർമ്മിച്ചായൻ്റെ ശുപാർശയിൽ ഒരു തവണ കൂടി വള്ളത്തിൽ കയറി മീൻപിടുത്തക്കാരോടൊപ്പം കടലിൽ പോകണമെന്ന് അവന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ജർമ്മിച്ചായൻ അത് നിരസിച്ചു. ഇനി നീ അതിനുള്ള പ്രായമായിട്ട് കടലിൽ പോയാൽ മതി. ജർമ്മിച്ചായനിൽ നിന്ന് എന്തെങ്കിലും അത്ഭുതങ്ങൾ അവൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ചില അത്ഭുത കഥകളെങ്കിലും കേൾക്കാൻ കഴിയുമെന്ന് അവൻ പ്രത്യാശിച്ചു. എന്നാൽ ജർമ്മിച്ചായൻ മീൻവലകൾ കേടുപോക്കുന്ന ജോലിക്കിടയിൽ കേവലം സാധാരണമായ കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചുള്ളൂ. അവധിക്കാലം വേഗം അവസാനിച്ചു. സ്കൂൾ തുറന്നപ്പോൾ ശൗരിക്കുട്ടി പലവിധ കാരണങ്ങൾ പറഞ്ഞ് സ്കൂളിൽ പോക്ക് ഒഴിവാക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ എമിലിയുടെ മുൻപിൽ അതൊന്നും വിലപ്പോയില്ല. വീണ്ടും പുസ്തക സഞ്ചിയും തൂക്കി കുടയും പിടിച്ച് സ്കൂളിലേക്ക്. 2ാം ക്ലാസ്സിലും ഐസക് കൂടെ തന്നെയുണ്ട് എന്നത് മാത്രമായിരുന്നു ശൗരിക്കുട്ടിക്ക് ഒരാശ്വാസം. പുതിയ പാഠപുസ്തകങ്ങൾ കണ്ട് ശൗരിക്കുട്ടി ഞെട്ടി. അതേപ്പറ്റി അവൻ ചിന്തിച്ചിരുന്നു പോലുമില്ല. ഇതുവരെ പഠിക്കാത്ത സംഗതികളാണ് പുതിയ പുസ്തകത്തിലുള്ളത് എന്ന അറിവ് അവൻ്റെ മനസ്സിടിച്ചു കളഞ്ഞു. ഇത് മുഴുവൻ പഠിക്കണോ? അവൻ ഐസക്കിനോട് അമ്പരപ്പോടെ ചോദിച്ചു. പിന്നെ വേണം, അതിനല്ലേ നമ്മളെ 2ാം ക്ലാസ്സിൽ ഇരുത്തിയേ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാ അതെന്തിനായിരുന്ന? ചുമ്മാതെയാ. അത് കഴിഞ്ഞ കൊല്ലം, അത് പഠിച്ചു കഴിഞ്ഞില്ല. ഇത് വേറെ. പിന്നെ എന്തിനാ അത് പഠിച്ചേ? ഇത് പഠിച്ചാൽ പോരായിരുന്നോ? ശൗരിക്കുട്ടിക്ക് അതിൻ്റെ യുക്തി എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇതിൻ്റെയൊന്നും ഒരാവശ്യവുമില്ലെന്ന് അവന് തോന്നി. എവിടെയോ കുഴപ്പമുണ്ട്. അതേപ്പറ്റി ആരും ആലോചിക്കുന്നേയില്ല.
ടീച്ചർമാർ ക്ലാസ് എടുക്കുമ്പോൾ ശൗര്യക്കുട്ടി കടലിൻ്റെ ആഴങ്ങളെപ്പറ്റിയും അതിൽ സഞ്ചരിക്കുന്ന വിവിധ ആകൃതിയിലും വലുപ്പത്തിലുമുള്ള മീനുകളെപ്പറ്റിയും സങ്കല്പിച്ചു. അവൻ്റെ മനോരാജ്യത്തിൽ സമുദ്രം അനന്തവിസ്തൃതിയായിരിക്കുന്നു. 3 ചേർന്ന എത്രയാ? ശൗര്യയുടെ അടുത്തിരുന്ന ഐസക്കിനോട് ചോദിച്ചു. 6. ഐസക് മറുപടി പറഞ്ഞു. 3 4 എത്രയാ? ശൗരി പറ. ദിവാസ്വപ്നത്തിലായിരുന്ന ശൗരിയോടാണ് ചോദ്യം. ശൗരി ഞെട്ടി എഴുന്നേറ്റു. ഐസക് 6 എന്ന് പറഞ്ഞ ഉത്തരം അവൻ്റെ ചെവിക്കുള്ളിലെ ശ്രവ്യപാതയിലൂടെ അകലത്തിലേക്ക് പോകുകയായിരുന്നു. അത് തിരിച്ചു പിടിച്ചിട്ട് അവൻ പറഞ്ഞു. 6. 3 4 6 ടീച്ചർ ഗർജിച്ചു. തോട്. ശൗര്യക്കുട്ടി പെട്ടെന്ന് തിരുത്തി. ഇപ്പോൾ ടീച്ചർ ഞെട്ടിയെന്ന് അവന് തോന്നി. അവൻ ഒന്നുകൂടി തിരുത്തി. അല്ല, പുഴ. പിന്നെ ശൗര്യക്കുട്ടി കേട്ടത് ഒരു കൂട്ടച്ചിരിയായിരുന്നു. ടീച്ചറാണതിന് തുടക്കമിട്ടത്. കുട്ടികളും ആർത്തു ചിരിച്ചു. നിങ്ങളെല്ലാവരും കേട്ടോ? 3 4 കൂട്ടിയ എത്രയാ? തോട് അല്ലെങ്കിൽ പുഴ? ശൗര്യക്കുട്ടി തല കുമ്പിട്ട് നിന്നു. പിന്നീട് ദിവസങ്ങളോളം ശൗര്യക്കുട്ടിയുടെ സഹപാഠികൾ ഇത് പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടിരുന്നു. ക്ലാസ്സിലെ പെൺകുട്ടികൾ ശൗര്യക്കുട്ടിയെ കാണുമ്പോഴേ ചിരി തുടങ്ങും. ടീച്ചർ ശൗര്യക്കുട്ടിയെ കൊണ്ട് ബോർഡിൽ എഴുതിക്കും. ചോക്ക് കഷ്ണം ശൗര്യക്കുട്ടി പിടിക്കുന്നത് കാണാൻ തന്നെ കൗതുകമാണ്. പല അക്ഷരങ്ങളും അക്കങ്ങളും അവൻ എഴുതിയിരുന്നത് പുറകോട്ടാണ്. 2 പൂജ്യങ്ങളെ ഒട്ടിച്ചു വയ്ക്കുന്നതായി 8 എന്ന അക്കം. ഭക്ഷണം കഴിക്കുന്നതും ചൂണ്ടയിടുന്നതും ഉൾപ്പെടെ വലിയ ബലം ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വലം കൈകൊണ്ടാണ് ശൗര്യക്കുട്ടി ചെയ്തിരുന്നതെങ്കിലും എഴുതാനും കല്ലെറിയാനും അവൻ ഇടം കൈയാണ് ഉപയോഗിച്ചത്. അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എമിലിയും ക്ലാസ് ടീച്ചറും സഹപാഠികളും ആവുന്നത്ര പരിശ്രമിച്ചെങ്കിലും അത് ഫലിച്ചില്ല. പഠിപ്പിൻ്റെ കാര്യത്തിൽ ശൗര്യക്കുട്ടി ഒരു മണ്ടൻ വിദ്യാർത്ഥിയാണെന്ന് PTA മീറ്റിങ്ങിന് വന്ന എമിലിയോട് ക്ലാസ് ടീച്ചർ തുറന്നു പറഞ്ഞു. എമിലിക്കത് വലിയ വിഷമമായി. അന്ന് വൈകുന്നേരം എമിലി ശൗര്യയെ അടുത്ത് വിളിച്ചിരുത്തി കുറേ ഉപദേശിച്ചു. എൻ്റെ മോൻ നന്നായിട്ട് പഠിക്കണേ, അതിനല്ലേ അമ്മ കഷ്ടപ്പെടുന്നേ. ടീച്ചർമാർ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. അറിയാത്ത സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഇവിടെ വന്നിരുന്ന് അന്നന്ന് പഠിച്ചതെല്ലാം ഒന്നുകൂടെ വായിച്ച് പഠിക്കണം. ഹോംവർക്ക് തെറ്റാതെ ചെയ്യണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ജാനറ്റിനോടോ ഡെന്നിച്ചിനോടോ ചോദിക്കണം. എന്തിനാ അമ്മ ഇങ്ങനെ പഠിക്കണേ? ശൗര്യക്കുട്ടി ചോദിച്ചു. എന്തിനാണെന്ന് എൻ്റെ മോനറിയില്ലേ? പഠിച്ചെങ്കിലേ രക്ഷപ്പെടാൻ പറ്റൂ. അമ്മയ്ക്ക് എൻ്റെ മോനല്ലാതെ വേറെ ആരാ ഉള്ളത്? ജാനറ്റും ഡെന്നിച്ചനും വലുതാവുമ്പോൾ കല്യാണം കഴിച്ചു പോവും. പിന്നെ അമ്മേനെ നോക്കാൻ എൻ്റെ ശൗര്യക്കുട്ടിയല്ലേ ഉള്ളൂ. എൻ്റെ മോൻ പഠിച്ച് ഒരു ഡോക്ടറാവണം. ഡോക്ടറായ ആശുപത്രി ജോലി കിട്ടും. കൈ നിറയെ കാശ് കിട്ടും. ആ പൈസയൊക്കെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കും. കുറേ പൈസ കിട്ടുമ്പം നമ്മളൊരു നല്ല വീട് പണിയുമെന്ന് പറയാനാണ് എമിലി ഉദ്ദേശിച്ചത്. വലിയ വള്ളം മേടിക്കും. എന്നിട്ട് കടലിൽ പോവും. വള്ളം നിറച്ച് മീൻ പിടിച്ചോണ്ട് വരും. ശൗര്യക്കുട്ടി പൂരിപ്പിച്ചു. അവൻ മുൻപും ഇതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മോനെ, അതൊന്നും ഉറപ്പുള്ള ജോലിയല്ല. ഈ കടല് ചാവുകടല. ഇതിനെ വിശ്വസിക്കാൻ കൊള്ളൂല്ല. എൻ്റെ മോൻ കടലിൽ പോവാൻ വേണ്ടിയല്ലല്ലോ അമ്മ ഇത്രയും കഷ്ടപ്പെടണേ. നല്ലപോലെ പഠിക്കാൻ വേണ്ടിയല്ലേ. പഠിച്ച് രക്ഷപ്പെടണം. ഡോക്ടറായാലും കടലിൽ പോവാലോ. ഡോക്ടറാകുന്നതിൽ ശൗര്യക്ക് വിരോധമില്ല. അമ്മയുടെ ആഗ്രഹമല്ലേ, നിറവേറ്റി കൊടുത്തേക്കാം. പക്ഷെ കടലിൽ പോകാൻ പാടില്ലെന്ന് പറയരുത്. കടലിനോടുള്ള അവൻ്റെ തീവ്രമായ അടുപ്പം കാലക്രമേണ കുറഞ്ഞു വരുമെന്ന് എമിലി ആശ്വസിക്കാൻ ശ്രമിച്ചു. ഞായർ. കുഞ്ഞന്നെയും മിൻസിയും ഡെന്നിച്ചനും ജാനറ്റും പള്ളിയിൽ പോയിരിക്കുകയാണ്. ഞായറാഴ്ച കടലിൽ പണിയില്ലാത്തതിനാൽ പൊതുവെ കടപ്പുറത്ത് ആൾ കുറവാണ്. എന്നാൽ ഇന്ന് മറ്റു ചില കടപ്പുറങ്ങളിൽ വള്ളം അടുക്കാത്തതിനാൽ ചെല്ലിക്കടപ്പുറത്തേക്ക് ചില വള്ളങ്ങൾ മീനുമായി വന്നിട്ടുണ്ട്. എന്തെങ്കിലും കച്ചവടം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് രാവിലെ മുതൽ ചായക്കട തുറന്നു വച്ചിരിക്കുകയാണ് എമിലി. അവൾ ശൗര്യയെയും കൂട്ടി വൈകുന്നേരം 4 മണിക്ക് പള്ളിയിൽ പോകുന്നുള്ളൂ. ശൗരി രാവിലെ കടപ്പുറത്തെല്ലാം ഒന്ന് ചുറ്റിയടിച്ചിട്ട് സ്ഥലം വിട്ടു. കുറേ നേരമായിട്ടും അവനെ കാണാഞ്ഞ് എമിലി വീട്ടിലേക്ക് ചെന്നു. വീടിൻ്റെ വടക്ക് ഭാഗത്ത് ചുറ്റും പാഴ്ചെടികൾ വളർന്നു നിൽക്കുന്ന പായൽ മൂടിയ കുളത്തിനരികെ ഒരു ചലനം കണ്ട് എമിലി ശ്രദ്ധിച്ചു. ആരോ അവിടെയുണ്ടെന്ന് മനസ്സിലായി. എമിലി ഒച്ചയുണ്ടാക്കാതെ മെല്ലെ നടന്നു ചെന്നു. എമിലിയുടെ തലവെട്ടം കണ്ടതും കുളത്തിലേക്ക് ഇറങ്ങാനുള്ള കൽപ്പടിയിലിരുന്ന ശൗരി ഇടത് കൈ പെട്ടെന്ന് പുറകോട്ട് മാറ്റി പെട്ടെന്ന് വായടയ്ക്കുകയും ചെയ്തു. എന്താ ശൗര്യക്കുട്ടി ഇവിടെ? എമിലി ചോദിച്ചു. ഒന്നുമില്ലെന്ന് ശൗരി കണ്ണടച്ച് കാണിച്ചു. നീ എന്നാ ചെയ്യുക? അതിന് അവൻ ചുമൽ കൂച്ചി. ഏയ് ഒന്നുമില്ല. എമിലി ഒരു പടി താഴേക്കിറങ്ങിയപ്പോൾ ശൗരി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. എന്തോ കള്ളത്തരമുണ്ടല്ലോ. എമിലിക്ക് സംശയമായി. നിന്റെ കയ്യിലെന്താ? ഒന്നുമില്ലെന്ന് വീണ്ടും കണ്ണടച്ച് കാട്ടുന്നു. നിന്റെ കൈ രണ്ടും നീട്ടിക്കേ നോക്കട്ടെ.
പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് എന്തോ സാധനം കുളത്തിൻ്റെ വക്കിലേക്ക് പൊഴിഞ്ഞു വീണു. എമിലി അല്പം കുനിഞ്ഞു നോക്കി. തീപ്പെട്ടി. ഇവിടെ വന്നിരുന്നുണ്ട് തീപ്പെട്ടി കൊണ്ട് കളിക്ക. ഒരു തവണ തീയിട്ട് നാട് കത്തിച്ചതുപോരെ. ശൗരിക്കുട്ടി മിണ്ടാതെ നിൽക്കുകയാണ്. നീ എന്നാ ഒന്നും മിണ്ടാത്തേ? ശൗരിക്കുട്ടി വീണ്ടും കണ്ണടച്ചു കാട്ടി. നിന്റെ വായൊന്ന് തുറന്നേ. ഇല്ല, അവൻ വായ തുറക്കില്ല. എമിലി ചെന്ന് ബലം പ്രയോഗിച്ച് അവൻ്റെ കവിളമർത്തി. വായിൽ നിന്ന് ഒരു കട്ടപ്പുക എമിലിയുടെ മുഖത്തേക്ക് വന്നു. എമിലി അന്തം വിട്ടു. ബീഡിയുടെ മണം. പുക മാറിയപ്പോൾ വായിൽ നാക്കിനടിയിൽ ഒരു ബീഡിക്കുറ്റിയും അതിൻ്റെ കനൽ കരിഞ്ഞണഞ്ഞ് നാക്ക് പൊള്ളിയ പാടും. അധ്യായം 25. ജർമ്മിച്ചായൻ ശൗരിക്കുട്ടിയുടെ താടി പിടിച്ച് അല്പം പൊന്തിച്ചു നോക്കി. നല്ലപോലെ നാക്ക് നീട്ടിക്കേടാ. ശൗരി തനിക്ക് ആവുംവിധം നാക്ക് നീട്ടി. കണ്ടു നല്ലപോലെ പൊള്ളിയല്ലോ. ഒന്നും തിന്നാൻ മേല, നീറും. ശൗരിക്കുട്ടി പറഞ്ഞു. അമ്മയെ കണ്ടപ്പോൾ നിനക്ക് ബീഡിക്കുറ്റി തുപ്പിക്കളയാൻ മേലായിരുന്നോ? ജർമ്മിച്ചായൻ ചോദിച്ചു. തുപ്പിയ പുക വരും വായിന്ന്, അമ്മ കാണും. ശൗരി തനിക്ക് പറ്റിയ അമളി വെളിപ്പെടുത്തി. പിന്നെ ഒറ്റ വഴിയേ അവൻ്റെ മുൻപിലുണ്ടായിരുന്നുള്ളൂ. ബീഡിക്കുറ്റി വായിലാക്കുക. അങ്ങനെ തന്നെ ചെയ്തു. നാക്ക് പൊള്ളിയപ്പം നീ കരഞ്ഞില്ലേടാ? കരഞ്ഞ അമ്മ ചോദിക്കൂലേ എന്തിനാടാ ശൗരിക്കുട്ടി കരയണെന്ന്? അതുകൊണ്ട് നീ തീപ്പൊള്ളൽ സഹിച്ചു. വായിന്ന് ഷീന്നൊരൊച്ച കേട്ടു. അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയോ? ചെവിയെ പിടിച്ച് കുറേ തിരുമ്മി. ഇത്തിരിയേ ഉള്ളല്ലോടാ നീ. നിന്റെ കയ്യിലിരിക്കണ കുരുത്തക്കേട് കുറച്ചൊന്നും അല്ലല്ലോന്നും പറഞ്ഞ്. അത് പിന്നെ ശരിയല്ലേ. നിനക്കെത്ര? 7 വയസ്സല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ബീഡി വലി. നിനക്ക് കൊള്ളാവുന്ന പണിയാണോടാ അത്? ചുമ്മാ നോക്കിയതാ. ഞാൻ വലിച്ച പുക വരുമെന്ന്. നിന്റെ കണ്ണിക്കൂടെയും പുക വന്നില്ലേ? ഇനി നീ വലിക്കോ? ഇല്ല. എന്താ വലിക്കാത്തേ? കയ്പ. ബീഡിക്ക? അതെ. അത് നീ കൊച്ചായതുകൊണ്ടാ. വലുതായി കഴിയുമ്പം നമുക്ക് വേണമെന്ന് തോന്നും. കടലിലൊക്കെ പണിക്ക് പോകുമ്പോൾ മഴ പെയ്യും. നനഞ്ഞു തണുത്ത് കാറ്റടിച്ച് വിറച്ച് കടലിൻ്റെ നടുക്ക് വള്ളത്തിലിരിക്കുമ്പം ഒരു തോന്നലുണ്ട്. അപ്പോൾ ഒരു ബീഡിയെടുത്ത് ചുണ്ടത്തോട്ട് വെച്ച് കൊളുത്തി 4 പുകയെടുത്താലുണ്ടല്ലോ എന്നാ സുഖമാണെന്ന് നിനക്കറിയാവോടെ ശൗരിയെ? നമ്മുടെ ആത്മാവിന് വരെ അതിൻ്റെ ചൂട് തട്ടും. എനിക്ക് വേണ്ട. അമ്മ എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ച് ബീഡി തൊട്ടു പോരുതെന്ന്. നിനക്ക് പ്രായമാകട്ടെ. നമുക്ക് നിന്റെ അമ്മയെക്കൊണ്ട് തന്നെ അഴിപ്പിക്കാം. അഴിപ്പിക്കേ? എന്നാ അത്? നീ ചെയ്ത സത്യം നിന്റെ അമ്മ അഴിച്ചു തരും. എൻ്റെ ശൗരിക്കുട്ടി, എൻ്റെ കയ്യെ തൊട്ട് ചെയ്ത സത്യം ഞാനിത് അഴിച്ചിരിക്കുന്നു കർത്താവേ എന്ന് 3 തവണ പറഞ്ഞാൽ മതി. ശൗരിക്കുട്ടിക്ക് അത് പുതിയ അറിവായിരുന്നു. സത്യം ഇടാൻ മാത്രമല്ല അഴിക്കാനും പറ്റും. പക്ഷേ കൈപ്പുള്ള ബീഡി വലിക്കാൻ വേണ്ടി അമ്മ ആ സത്യം അഴിച്ചു തരണമെന്നില്ല എന്ന് ശൗരിക്കുട്ടിക്ക് തോന്നി. എന്തെങ്കിലും നല്ല മധുരമുള്ള സംഗതിക്ക് വേണ്ടിയാണെങ്കിൽ തെറ്റില്ല. പൊട്ടിയ വലക്കണ്ണികൾ തിരഞ്ഞു പിടിച്ച് തുന്നിക്കൂട്ടുന്നതിനിടയിൽ ജർമ്മിച്ചായൻ ഒരു മൂളിപ്പാട്ടൊക്കെ മൂളുന്നുണ്ടായിരുന്നു. അയാൾ നല്ല സന്തോഷത്തിലാണെന്ന് ശൗരിക്കുട്ടിക്ക് മനസ്സിലായി. ജർമ്മിച്ചായൻ ഇനി എന്നാ കടലിൽ പോണേ? ശൗരി ചോദിച്ചു. ഓ, ഇനി ഞാൻ പോവൂലട ശൗരിയെ. അതിനുള്ള പ്രായമെല്ലാം കഴിഞ്ഞു. വല നീട്ടാനും വലിക്കാനും ഒന്നും എന്നെക്കൊണ്ട് വയ്യ. ഒരു ദിവസം കൂടെ പോവാം, ഞാനും വരാം. നീ ഇനി കടലിപ്പണിക്ക് പോകാനുള്ള പ്രായമായിട്ട് പോയാൽ മതി. ഒന്നൂടെ കൊണ്ടുപോകാവോ? അവൻ കെഞ്ചി. നോക്കട്ടെടാ. ശൗരി വള്ളത്തണലിലിരുന്ന് ജർമ്മിച്ചായനുമായി കടൽ കഥകൾ പങ്കുവച്ചു. കടലിലെ മീനുകളെപ്പറ്റി ജർമ്മിച്ചായൻ അവന് വളരെ വിശദമായി പറഞ്ഞുകൊടുത്തു. വലിയ മീൻപിടുത്ത കപ്പലുകൾ കടലിലുണ്ടെന്ന് ജർമ്മിച്ചായൻ അവനോട് പറഞ്ഞു. തിമിംഗലങ്ങളെ പിടിക്കുന്ന കപ്പലുകളുണ്ട്. പുറംകടലിലെ മീനുകൾ വളരെ വലുതാണ്. അത്തരത്തിലൊരു പടുകൂറ്റൻ മീനിന് 1,00,000 രൂപ വിലയുണ്ടെന്നും ജർമ്മിച്ചായൻ പറഞ്ഞു. ഒരു മീൻ വാർക്ക വീടിൻ്റെ മുകളിൽ വന്ന് വീണ വീട് തകർന്നു പോകും. ശൗരിക്കുട്ടി അത്ഭുതത്തോടെ താടിക്ക് കൈ മൂന്നിയിരുന്ന് അതെല്ലാം കേട്ടു. മത്സ്യകന്യകമാരെക്കുറിച്ചും കടലിനടിയിലെ മാണിക്യ കൊട്ടാരത്തെപ്പറ്റിയും ജർമ്മിച്ചായൻ അവനോട് പറഞ്ഞു. 41 രാവും 41 പകലും സഞ്ചരിച്ചു കഴിയുമ്പോൾ ആ കടലിലെത്തും. ദൂരെ നിന്ന് കാണാം. കടലിനടിയിൽ നിന്ന് പൊന്തുന്ന വെളിച്ചം. ആ പ്രദേശമാകെ കടൽ സ്വർണം ഉരുക്കിയൊഴിച്ച പോലെ തിളങ്ങും. നോക്കത്ത ദൂരത്തോളം വിസ്തൃതമായിരിക്കും ആ സ്വർണ്ണ സമുദ്രം. അവിടേക്ക് പ്രവേശിക്കുമ്പോൾ മത്സ്യകന്യകന്മാർ നീന്തി വന്ന് തോണി തുഴഞ്ഞു ചെല്ലുന്ന ചൂണ്ടക്കാരനെ ആകർഷിച്ച് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ കടൽ മെല്ലെ മെല്ലെ ഇരുവശങ്ങളിലേക്കും വകഞ്ഞു മാറും. കണ്ണഞ്ചുന്ന പ്രകാശം കടലിനടിത്തട്ടിൽ നിന്നും പ്രസരിച്ചുകൊണ്ടിരിക്കും. അതിസുന്ദരികളായ മത്സ്യകന്യകന്മാർ തോണിക്കാരനെ ആനയിച്ചു കൊണ്ടുപോകും. ഒടുവിൽ നവരത്നങ്ങളാൽ നിർമ്മിതമായ പ്രകാശപൂരങ്ങളാൽ ചുറ്റപ്പെട്ട മാണിക്യ കൊട്ടാരം ദൃശ്യമാകും. ഒരു മഹാനഗരത്തേക്കാൾ വലുപ്പമുണ്ടായിരിക്കും അതിന്. അവിടെയാണ് മത്സ്യകന്യകമാരും അവരുടെ കുഞ്ഞുങ്ങളും പുലരുന്നത്. കൂട്ടത്തിലെ ഏറ്റവും സുന്ദരിയായ ഒരു മത്സ്യകന്യക വന്ന്
തോണിക്കാരനെ അവളുടെ രാജധാനിയിലേക്ക് സ്വീകരിച്ചുകൊണ്ടു പോകും. മുത്തും പവിഴവും മാണിക്യവും കൊണ്ട് അലങ്കൃതമായ രാജധാനിയിൽ അവന് ഗംഭീര സ്വീകരണം ലഭിക്കും. അവിടെ അവന് ഭൂമിയിൽ ഒരിടത്തും കിട്ടാത്ത അതീവ രുചികരമായ വിശിഷ്ട ഭോജ്യങ്ങൾ ലഭിക്കും. അത് കഴിക്കുന്നതോടെ അവൻ മരണമില്ലാത്തവനായി മാറും. ഒരു ലോകം മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ മാത്രം വിലപിടിപ്പുള്ള അതിവിശിഷ്ടമായ മുത്തുകളുടെയും രത്നങ്ങളുടെയും പവിഴങ്ങളുടെയും മാണിക്യക്കല്ലുകളുടെയും അനന്തമായ ശേഖരം അവന് സ്വന്തമാകും. സുന്ദരിയായ മത്സ്യകന്യക അവനെ വിവാഹം കഴിക്കും. അവളോടൊത്ത് അവർ അനന്തകാലം സുഖമായി ജീവിക്കും. എന്നാ അവിടുന്ന് തിരിച്ചു വരാൻ പറ്റണേ? കണ്ണഞ്ചപ്പിക്കുന്ന ആ സ്വപ്ന വിസ്മയത്തിൽ നിന്ന് പുറത്തു ചാടി ശൗരിക്കുട്ടി ചോദിച്ചു. എന്തിനാടാ തിരിച്ചു വരണത്? അവിടെ സുഖിച്ച് ജീവിച്ചാൽ പോരായോ? എന്നാലും തിരിച്ചു വരണ്ടേ? അത് ശൗരിക്കുട്ടിയുടെ മോഹമാണ്. തിരിച്ചു വരണം. ഒരു വള്ളം നിറയെ മുത്തും പവിഴവും രത്നങ്ങളും വാരിക്കൊണ്ടു വരണം. അമ്മയെ കാണണം. അത് മുഴുവൻ അമ്മയ്ക്ക് കൊടുക്കണം. അതിൽ നിന്ന് കുറേ വിറ്റ് വലിയ കോടീശ്വരനാകണം. ചെല്ലിക്കടപ്പുറത്തിൻ്റെ തരകനാവണം. ശൗരിക്കുട്ടിയോട് ചോദിച്ചിട്ട് വേണം ഓരോ വള്ളവും കടലിലിറക്കാൻ. ഓരോ മീനും കരയിലെത്തിക്കുന്നതിനും അതിന് വില നിശ്ചയിക്കുന്നതും ശൗരിക്കുട്ടിയോട് ചോദിച്ചിട്ട് വേണം. കാരയ്ക്കൽ സൈമൺ തരകൻ ഓടിച്ചുകൊണ്ട് നടക്കുന്നതിനേക്കാൾ വിലപിടിപ്പുള്ള കാറിൽ ചെല്ലിക്കടപ്പുറത്ത് ഇടയ്ക്കിടെ വന്നിറങ്ങണം. ഒടുക്കം കാരയ്ക്കാട്ട് സൈമൺ തരകൻ കൈകൂപ്പി ശൗരിക്കുട്ടിയുടെ മുന്നിൽ വന്ന് നിന്ന് കെഞ്ചണം. തെറ്റുപറ്റിപ്പോയി ശൗരിക്കുട്ടി, ക്ഷമിക്കണം. അപ്പോൾ ശൗരിക്കുട്ടി അവൻ്റെ അംഗരക്ഷകരെ വിളിച്ചു പറയും, ഇവനെ പിടിച്ചുകെട്ടി ചാട്ടവാറിന് 100 അടിയടിക്ക്. എന്നിട്ട് ഇവനെ ആലപ്പുഴ ജില്ലയുടെ അതിർത്തി കടക്കുന്നതുവരെ പുറകെ നായ്ക്കളെ അഴിച്ചുവിട്ട് ഓടിപ്പിക്ക്. പിന്നീടൊരിക്കലും ഇവൻ, ഈ കാരയ്ക്കാട്ട് സൈമൺ തരകൻ, ഈ ആലപ്പുഴയിലോ ചേർത്തലയിലോ സമീപ പ്രദേശങ്ങളിലോ കണ്ടുപോകരുത്. അവൻ്റെ പേര് ആരും ഉച്ചരിച്ചു കേൾക്കരുത്. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ടല്ലോ ശൗരിക്കുട്ടിയെ, മത്സ്യകന്യകന്മാരുടെ കൊട്ടാരത്തിൽ പോയാൽ പിന്നൊരിക്കലും തിരിച്ചു വരാൻ പറ്റത്തില്ല കേട്ടാ. ജർമ്മിച്ചായൻ ശൗരിക്കുട്ടിയുടെ സകലമാന സങ്കല്പ സൗന്ദര്യങ്ങളുടെ മീതെ ഒരൊറ്റ ആണി അടിച്ചിറക്കി. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റത്തില്ല? ഇല്ലടാ, അവർ വിടത്തില്ല. അവരെ കാണാണ്ട് ഒളിച്ചു പോരാൻ പറ്റൂലേ? നമുക്ക് വഴിയറിയത്തില്ലടാ. അവിടെ കിടന്നു കറങ്ങും. ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അവർ പിന്നെ തിരിച്ചു കയറ്റത്തില്ല. എന്നാ എനിക്കവിടെ പോകണ്ട. തിരിച്ചു വരാൻ പറ്റില്ലെങ്കിൽ ശൗരിക്കുട്ടിക്ക് ആ മാണിക്യ കൊട്ടാരവും മത്സ്യകന്യകമാരത്തുള്ള ജീവിതവും ആ വില തീരാത്ത അമൂല്യമായ രത്നക്കൂമ്പാരങ്ങളും വേണ്ട തന്നെ. എന്തിനടാ തിരിച്ചു വരണേ? മരണമില്ലാത്ത ആ ലോകത്ത് തന്നെ കഴിഞ്ഞ പോരെ? പോരാ. ശൗരിക്കുട്ടിക്ക് അമ്മയെ കാണണം. ചെല്ലിക്കടപ്പുറം സ്വന്തമാക്കണം. കാരയ്ക്കാട്ട് സൈമൺ മുതലാളിയെ കടപ്പുറത്തു നിന്ന് ആട്ടിപ്പായിക്കണം. എന്നിട്ട് വേണമെങ്കിൽ മരിച്ചു പോയിക്കോട്ടെ. എന്നാലും ശരി, മത്സ്യകന്യകമാരത്തുള്ള ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത സുഖജീവിതം വേണ്ട. അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടോ ആ കൊട്ടാരത്തിൽ? തിരിച്ചു വരാണ്ടേ പോയിട്ടുണ്ടോ? ശൗരിക്കുട്ടി ചോദിച്ചു. എത്ര പേര് പോയടാ. എല്ലാ വർഷവും ചൂണ്ടയ്ക്ക് പോണ ഒരുത്തിനെയെങ്കിലും ഏതെങ്കിലും കടപ്പുറത്തു നിന്ന് കാണാണ്ട് പോകും. കടലിൽ മുഴുവൻ അരിച്ചു പെറുക്കിയാലും കിട്ടൂല. ശവം പോലും കിട്ടൂല. എവിടെ പോണതാ? എവിടെ പോണതാ? മത്സ്യകന്യകമാർ വന്ന് വശീകരിച്ചു കൊണ്ടുപോണതാ അവരുടെ മാണിക്യ കൊട്ടാരത്തിലോട്ട്. അവിടെ പോയ ആരും ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല. എന്തിനാ അങ്ങനെ പിടിച്ചോണ്ട് പോണേ? ശൗരിക്കുട്ടി ന്യായമായ ഒരു സംശയം ഉന്നയിച്ചു. എടാ മോനെ, അവരുടെ രാജ്യത്ത് ആണുങ്ങളില്ല, മത്സ്യകന്യകമാർ മാത്രം. അവർക്ക് കല്യാണം കഴിക്കണ്ടേ? കുഞ്ഞുങ്ങളുണ്ടാവണ്ടേ? അതിനു വേണ്ടിയിട്ട് പിടിച്ചോണ്ട് പോണതാ മനുഷ്യന്മാരെ. ലോകമായ ലോകത്തുള്ള സകലമാന കടപ്പുറങ്ങളിൽ നിന്നും ആണ്ടോടാണ്ട് ചൂണ്ടയ്ക്ക് പോണ ആരെയെങ്കിലും കാണാണ്ട് പോയിക്കൊണ്ടിരിക്കും. അവൻ്റെ ശരീരം പോലും കിട്ടിയില്ലെങ്കിൽ അപ്പോൾ വിചാരിച്ചോണം അവൻ മത്സ്യകന്യകമാരുടെ കൊട്ടാരത്തിലെത്തിയെന്ന്. ജർമ്മിച്ചായൻ കണ്ടിട്ടുണ്ടോ മത്സ്യകന്യകമാരെ? ഒരൊറ്റ തവണ, ഒരേ ഒരു തവണ. ശൗരിക്കുട്ടിയുടെ കണ്ണുകൾ വിടർന്നു. എങ്ങനെ കണ്ടു? എവിടെ വെച്ച്? കടലിൽ വെച്ച്. അല്ലാതെ എവിടാ? ശൗരിക്കുട്ടിക്ക് അതറിയണം. ജർമ്മിച്ചായൻ മത്സ്യകന്യകന്മാരെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചു പോരുകയും ചെയ്തു. എടാ ശൗരിയെ, അന്നെനിക്ക് 27 വയസ്സ്. നല്ല തുടിക്കണ ചെറുപ്പം. ചൂണ്ടയ്ക്ക് പോയതാ ഞാൻ, ചാളത്തടിയൽ. അന്ന് മീനൊന്നും ചൂണ്ടയ്ക്ക് കൊത്തണില്ല. ഇതെന്ത് കളി? വെളുപ്പാങ്കാലത്ത് തിരിച്ചു പോരാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു കൊത്തു കിട്ടി ചൂണ്ടയ്ക്ക്. വലിച്ചു നോക്കിയപ്പോൾ ഇങ്ങോട്ട് വരണില്ല. എന്നെ അങ്ങോട്ട് വലിക്കുക. ഞാൻ വിടുവോ? അവൻ എന്നെ വലിച്ചോണ്ട് പോവുകയാണെന്ന്. ഞാൻ നോക്കുമ്പം അവൻ മോട്ടോർ സൈക്കിൾ മാതിരി മുമ്പേ പായണ്. അവൻ്റെ മുതുക് എനിക്ക് കാണാം. ഉഗ്രനൊരു പുറക് എനിക്കറിയാം. കുറേ ഓടിക്കഴിയുമ്പം അവൻ ക്ഷീണിക്കും. അതുകൊണ്ട് ഞാനങ്ങ് വിട്ടുകൊടുത്തു. ഒരു പകല് മുഴുവൻ അവൻ പാഞ്ഞു. ഒരു 100-120 മൈൽ സ്പീഡ് കാണും.
ഈ റോഡേ പായണ യന്ത്രമുണ്ടല്ലോ, മോട്ടോർ സൈക്കിള്, അവൻ്റെ മുമ്പിൽ അതൊന്നും ഒന്നുമല്ല. എന്നിട്ട് ശൗരിക്കുട്ടിക്ക് രസം പിടിച്ചു. എന്നിട്ടെന്താ, നേരം ഉച്ചയായി, വൈകുന്നേരമായി, രാത്രിയായി. അവൻ അടങ്ങണുണ്ടോ? ഇല്ല. ഞാൻ പിടിവിടണുണ്ടോ? അതുമില്ല. ചോരത്തിളപ്പാണേ. ഒരു പാതിര കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴും അവൻ പടിഞ്ഞാട്ട് വെച്ചു പിടിക്കുക. ഞാൻ നോക്കുമ്പോൾ ആകാശത്തിൻ്റെ ചൂടം വക്കില് ഒരു വെളിച്ചം, കണ്ണഞ്ചിക്കുന്ന ഒരു വെളിച്ചം. എന്നിട്ട് എനിക്ക് കാര്യം മനസ്സിലായി. മത്സ്യകന്യകന്മാരുടെ കൊട്ടാരത്തിൽ നിന്നുള്ള വെളിച്ച. പിന്നെ ഒന്നും ഞാൻ ആലോചിച്ചില്ല ശൗരിക്കുട്ടിയെ. അപ്പോഴേ ചൂണ്ടേന്ന് പിടിവിട്ടു. അത് അവൻ കൊണ്ടുപോയോ? വിട്ടുകൊടുത്തതാ. പോട്ടേന്ന് വെച്ചു. ഞാൻ നോക്കുമ്പം പ്രകാശം ദൂരെന്ന് എൻ്റെ അടുത്തോട്ട് വരുന്ന പോലെ. എനിക്ക് അപകടം മനസ്സിലായി. തുഴയെടുത്തു വെച്ച് പിന്നെ ഒരു പിടുത്തമായിരുന്നു ശൗരിക്കുട്ടിയെ. അന്ന് എന്താ കരുത്ത്! ഒരൊറ്റ ഊന്നിന് ഒരു വള്ളപ്പാട് നീങ്ങും. എന്നിട്ടും ഒരു തവണ ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഞെട്ടിപ്പോയി. മത്സ്യകന്യകന്മാര് പുറകിന് വരുക, നീന്തിക്കൊണ്ട്. ഒരു 500 എണ്ണമുണ്ട്. പിന്നെ ഞാൻ ഒരൊറ്റ വിളിയാ, എൻ്റെ അർത്തുങ്ക പുണ്യാളച്ച, കാത്തോളണേ. കട്ടമരം എടുത്തു വെക്കണം മാതിരിയാ പായുന്നേ. നേരം വെട്ടം വീഴണവരെ അവരുണ്ടായിരുന്നു പുറകിന്. വെളിച്ചായതും ഒരൊറ്റ എണ്ണത്തിനെ കാണാനില്ല. എന്താ കാര്യം? എന്താ കാര്യം? ശൗരി തിരിച്ചു ചോദിച്ചു. അപ്പോഴേക്കും ഞാനുണ്ടല്ലോ, അവരുടെ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നു കഴിഞ്ഞു. ജർമ്മിച്ചായൻ അവരെ ശരിക്കും കണ്ടാ? ശരിക്കും കണ്ടോന്ന് ചോദിച്ചാ കുറച്ച് ദൂരെയല്ലേ, നിരന്നിങ്ങ നീന്തി വരുക, തിരമാല വരുന്ന പോലെ. 500 എണ്ണം ശൗരി പൂരിപ്പിച്ചു. ചിലപ്പോൾ അതിലും കൂടുതൽ കാണും. അതിനടുത്ത രാത്രിക്കാ ഞാൻ ഈ കടപ്പുറത്ത് കയറുന്നേ. വീട്ടുകാരെല്ലാം ഈ കടപ്പുറത്ത് വന്ന് നോക്കി നിൽക്കുക, എന്നെ കാണാഞ്ഞിട്ട്. എന്നെ തെരഞ്ഞ് കടലിലോട്ട് ബോട്ടും വള്ളവും പോയിട്ടുണ്ട്. അവരുടെ വിചാരം എന്നെ കടലെടുത്തുന്ന. ഈ മത്സ്യകന്യകന്മാരെ തനിക്കുമൊന്ന് കാണണമെന്ന് അപ്പോഴേ ശൗരിക്കുട്ടി മനസ്സിൽ കുറിച്ചിട്ടു. ജർമ്മിച്ചായന് തുഴഞ്ഞു രക്ഷപ്പെടാൻ പറ്റിയെങ്കിൽ തനിക്കും അത് സാധിക്കും. എന്നാലും മത്സ്യകന്യകന്മാരുടെ കൊട്ടാരം കാണാൻ പറ്റിയില്ലല്ലോ. ശൗരിക്കുട്ടി ചോദിച്ചു. അത് കാണാൻ നിന്നാ തിരിച്ചു വരാൻ പറ്റുവടാ. ഈ ജർമ്മിച്ചായൻ എന്തെല്ലാം ചെയ്തിരിക്കുന്നു? അവൻ ആ വൃദ്ധൻ്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി നിന്നു. അടുത്ത ഭാഗം നാളെ.